അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ ആദിത്യ സാർ ചെയ്തിരിക്കുന്ന ദുരന്തറിനെ പറ്റിയൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ വന്നിരിക്കുകയാണ്. പടം 3.5 മണിക്കൂറുണ്ട്. സോ ഡിസ്കഷന് കുറച്ച് നീണ്ടുപോയാൽ 3 മണിക്കൂറും 34 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഡിസ്കഷന് കുറച്ച് കൂടി പോവാം. ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, അറിയില്ല. പോണ പോക്കിൽ പടത്തിനേക്കാൾ നീളം കൂടായിരുന്നു. അതെ, ഏതായാലും പടത്തിന് നീളം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഡിസ്കഷനൊക്കെ 1 മണിക്കൂർ വെച്ചുള്ളതുകൊണ്ട് അത് കാണുന്ന വളരെ ചുരുക്കം ഓഡിയൻസിന് വലിയ പ്രശ്നമില്ല. അപ്പം നമ്മൾ രൺവീർ സിംഗ് അഭിനയിച്ചിരിക്കുന്ന, ആദിത്യ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ദുരന്തറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3.5 മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി പടം ഒട്ടും ബോറടിക്കാതെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. നല്ലൊരു തിയേറ്റർ വാച്ചാണ് സിനിമ. അതിൻ്റെ സിനിമോട്ടോഗ്രഫി ആയാലും മ്യൂസിക് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് പടത്തിലെ ഏറ്റവും മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന സംഭവമാണ്. പിന്നെ പെർഫോമൻസ്, ആൾക്കാരുടെ പെർഫോമൻസ്, ആക്ഷൻ സീക്വൻസുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള ആക്ഷൻ സീക്വൻസുകളെല്ലാം ഇവർ അടുത്ത പടത്തിലേക്ക് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ട്രെയിലറിൽ കണ്ട കുറേ ആക്ഷൻ സീക്വൻസുകൾ നമ്മൾ ഈ പടത്തിൽ കാണില്ല. അത് അടുത്ത പടം മാർച്ച് 19 2026 മാർച്ച് 19 റിലീസ് ചെയ്യുന്നതാണ്. ഈ സിനിമ കഴിയുമ്പോൾ അവർ വലിയ താമസമില്ല. അതെ, വലിയ താമസമില്ല. അത് ഓൾറെഡി ഫുൾ പടം ഷൂട്ട് ചെയ്താണല്ലോ. അപ്പോൾ ഇതാണ് ദുരന്തറിനെ പറ്റിയുള്ളൊരു ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി ചേണ്ടുപുഴ നിങ്ങൾ പറയും. ദുരന്തർ എനിക്ക് ഓവറോൾ പടം വർക്കായി, പക്ഷേ എനിക്ക് ലെങ്ത് ഫീൽ ചെയ്തു. അല്ല ഈ 3.5 എന്നുള്ളത് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തത് അത്രയും നീണ്ടു പോകുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഈ ദുരന്തർ എന്നൊരു പ്രോജക്റ്റാണല്ലോ. അപ്പോൾ അത് എങ്ങോട്ട് എന്ന് വലിയ പിടുത്തമില്ല. എനിക്ക് ഒറിജിനൽ സ്റ്റോറി ഞാൻ ഫുള്ള് വായിച്ചില്ല. ഞാനത് വായിച്ച് തീർത്തിട്ട് പടത്തിന് പോകണോ അതോ പടം കണ്ടു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇവർ ആ പടത്തിനകത്ത് ഒരുപാട് ലിബർട്ടി എടുത്തിട്ടുണ്ട്. ഒറിജിനൽ കഥയിൽ നിന്ന് കുറച്ച് ലിബർട്ടി എടുത്താണ് അവർ ചെയ്യുന്നത്. പ്രോപ്പർലി ഒരു സിനിമാറ്റിക് സാധനം തന്നെ. നമ്മൾ കാണുന്ന ഒരു ബയോപിക് ലൈനിലല്ല ഇവർ ചെയ്യുന്നത്. ഇവർ പ്രോപ്പർ സിനിമ ലൈനിൽ തന്നെ എടുത്തിരിക്കുന്നത്. ആ ഒറിജിനൽ കുറേ ഇവൻറ്റുകളുടെ ഒരു സമാഹാരമാണ്. ക്യാരക്ടേഴ്സിനെ ഇവർ കുറേ പേരെ കൊണ്ടുവന്നിട്ട് അവർ തമ്മിലുള്ള ക്രോസ് ഓവറും കാര്യങ്ങളൊക്കെ ഇവർ ഇതിന് പടത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് രസമുണ്ട്. എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ പുള്ളിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി. എനിക്ക് മറ്റേ നമ്മുടെ ആദിത്യ സാറല്ലേ പുള്ളി ഉറി എനിക്ക് കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് ഒരു ഇവന്റ് ആണല്ലോ. അപ്പോൾ അത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ്. ഇത് കുറച്ചുകൂടെ നമ്മളിങ്ങനെ കുറച്ചധികം ക്യാരക്ടേഴ്സും കുറച്ചധികം ഡെൻസ് ആണല്ലോ. കുറേ പരിപാടിയുണ്ട്. ഇത് ഫുൾ പടം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ പടമാണ്. പിന്നെ ഒരുപാട് പാതി കട്ട് ചെയ്ത് നമുക്കിപ്പോൾ ഒരു പടമായിട്ട് തന്നിരിക്കുക. ഇനിയുണ്ട് ആൾക്കാർ. എനിക്ക് തോന്നി ഒരുപാട് ബീറ്റ്സ് ഇവർ ഹിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്കുകൾ ഇനിയും അത് കഴിഞ്ഞിട്ടും ഇപ്പം നമ്മൾ ലാസ്റ്റ് നിർത്തി അത് കഴിഞ്ഞിട്ടുള്ള അറ്റാക്ക് വരെ പോകും തോന്നുന്നു. അപ്പോൾ പുള്ളിയുടെ ദുരന്തർ എന്ന ആളുടെ ഒറിജിനൽ രൺവീർ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഏത് മിഷൻ വരെ വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതൊന്നും അവിടെ വരെ പോകില്ല. പക്ഷേ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇങ്ങനെ ഏറ്റക്കുറച്ചിലാണ്. ഇടയ്ക്ക് പോർഷനിൽ കുറച്ച് നറേറ്റീവ് കുറച്ച് ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഏറ്റക്കുറച്ചിലാണ്. ഓവറോൾ രസമുണ്ട് പടം. ഭയങ്കര പുതുമ ഒരു തോന്നിയില്ല. എൻ്റെ കുറച്ചൊരു ക്വാളിറ്റി ഉണ്ട് മൊത്തത്തിൽ. അതായത് യൂഷ്വലി അവിടെ നിന്ന് വരുന്ന മറ്റേ സ്പൈ യൂണിവേഴ്സിലെ പടക്കങ്ങൾ പോലല്ല, ഇത് നല്ല കിടിലൻ. ഇതാണ് ശരിക്കും ഈ എസ്പിയോണേജ് ത്രില്ലർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളാണ് ഉദ്ദേശിച്ചത്. പിന്നെ ലാസ്റ്റ് വന്ന് മറ്റേ വിക്കി കൗശലിന്റെ ഒരു പടമുണ്ടല്ലോ, എസ്പിയോണേജ് ത്രില്ലർ എന്ന് വേണേ വിളിക്കാം, സർദാറുദ്ധം. അപ്പൊ അതുമായിട്ടൊക്കെ ഒരു അതിനൊരു ക്വാളിറ്റി ഉണ്ടല്ലോ. അതിന്റെ ഡയറക്ഷനും നമ്മളിങ്ങനെ ഹിന്ദി ഇന്ത്യ പടം എന്ന് പറയുമ്പോൾ ആ സിനിമകളെല്ലാം തന്നെ അവിടെ അത്ര കണ്ട് വിജയിക്കാത്ത സിനിമകളാണ്. അതെ വിജയിക്കത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ചുകൂടെ സാധ്യത ഉണ്ട്. ഇതിങ്ങനെ മിക്സ് ആണ്. ആക്ഷൻ പടം എനിക്ക് നല്ല ഉറപ്പുണ്ട്. അടുത്ത പാർട്ട് കംപ്ലീറ്റ്ലി ആക്ഷൻ ബേസ് ആയിരിക്കും. അത് ഇപ്പോൾ ഈ സിനിമ കിട്ടുന്ന ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ, ഈ റിസപ്ഷൻ ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാവരെയും പടം കൊണ്ട് കാണുകയും ഇതിൻ്റെ OTT റിലീസിനൊക്കെ ശേഷം ഈ സിനിമയ്ക്ക് ഒരു ഫാൻ ബേസ് ഇങ്ങനെ ഇപ്പം തന്നെ അതിന് നോർത്തിൽ ഉൾപ്പെടെ ഒരു ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ പടം. ഇനി എല്ലാ റിവ്യൂവേഴ്സും കുറച്ച് നല്ല റെസ്പോൺസ് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത പാർട്ടിന് കുറച്ചുകൂടെ നല്ല റിസപ്ഷൻ കിട്ടാൻ ചാൻസ്. ഈ ലെങ്ത് അവിടെ വലിയ വിഷയമില്ല. ആനിമൽ 3 മണിക്കൂർ, 3.5 മണിക്കൂർ 3 മണിക്കൂർ 24 മിനിറ്റ് ഒന്നുണ്ട്. അതും എന്തോ ഭയങ്കര ഭയങ്കര 1000 കോടി അടിച്ച പടം. അപ്പം എനിക്ക് തോന്നുന്നു ഈ ലെങ്ത് എനിക്ക് കേരളത്തിലുള്ള അത്രയും വിഷയം ലോകത്തിലില്ലെന്ന് തോന്നുന്നു. അതെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ അതിലും നമുക്ക് 4 മണിക്കൂറിൽ പടം കാണുന്നു. എനിക്ക് ഈ പറയുന്ന പോലെ ഈ ലെങ്ത് ഫീൽ ചെയ്തു. കാരണം അത് കുറച്ച് പേരുടെ റിവ്യൂ ഞാൻ കണ്ടിരുന്നു. അവർ പറയുന്നുണ്ട് ഈ ലെങ്ത് ചിലപ്പോൾ കൂടെ കുറയ്ക്കാം, ഒരു 3 മണിക്കൂർ ഓക്കെ, അല്ലെങ്കിൽ 3:10 അതുവരെയൊക്കെ പോകാം, അതിന് മേളിലോട്ട് പോകണ്ടെന്നുള്ളതിൽ കുറച്ചൊരു പറഞ്ഞ് ഞാൻ കേട്ടത്. അങ്ങനെ വിഷയമില്ല. ഇപ്പം 3 മണിക്കൂറാണെങ്കിലും എൻഗേജിങ്. അതെ. സോ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ തന്നെ എന്തോ സ്പോയിലർ ഉണ്ടെന്ന് തോന്നുന്നു.
ഏയ് അടുത്ത പാർട്ടിലേക്ക് വെച്ചേക്കുന്ന അതൊക്കെ അത് ഓൾറെഡി അറിയാലോ, അതൊക്കെ പടം ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞ സംഭവം. ആണോ? ഞാൻ ആക്ച്വലി ആ ടീസർ ട്രെയിലർ കണ്ടതല്ലാതെ പടത്തിൽ ഇവർ പറയുന്നത് പടം ഇറങ്ങി തീരുമ്പോൾ പടത്തിന് അവസാനം ഒരു അടുത്ത പാർട്ടിന്റെ ഒരു ടീസർ ഉണ്ടാവും, എല്ലാവരും പുറത്തോട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നതിൽ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ പടം കണ്ടിട്ട് ബാക്കി വന്ന് കാണുക. ലെങ്ത് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ക്ഷമയോടെ കാണുക ലെങ്ത് ഉണ്ടെങ്കിൽ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എവിടെ തുടങ്ങണം എന്നിങ്ങനെ എനിക്ക് ഞാൻ ഏറ്റവും വീക്ക് എലമെൻ്റ് ആവുമെന്ന് വിചാരിച്ച ഒരാളാണ് രൺവീർ. പടം ത്രൂ ഔട്ട് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ആക്ടിങ് ആണ് എന്നെ പിടിച്ചിർത്തിയ പ്രധാന എലമെൻറ്റ്. പിന്നെ ഈ ഡയറക്ഷനിലുള്ളൊരു കൺട്രോളില്ലേ, ഗ്രിപ്പ്. എനിക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി സീനുകളിലും പിന്നെ എന്നെ ഞെട്ടിച്ചത് ഇതിൻ്റെ വയലൻസ് എവിടം വരെ പുഷ് ചെയ്തു എന്നുള്ള എലമെൻറ്റും. സ്ക്രീനിൽ കാണിക്കുന്ന വയലൻസ് സ്ക്രീനിൽ കാണാം. അപ്പം ഇത് എന്ത് റേറ്റിംഗ് ആണ് നമ്മൾ ബുക്ക് ചെയ്യുമ്പം കണ്ടന്റ് പക്ഷേ എന്തുകൊണ്ട് എന്ന് അറിയത്തില്ല. ട്രെയിലറിൽ അത്യാവശ്യം നല്ല വയലൻസ് സീക്വൻസ് എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. ഉണ്ട്, പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ സ്ക്രീനിൽ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോ ഇങ്ങനെ ക്യാമറയിൽ ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ സീനെല്ലാം കാണിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ വലിക്കുമ്പോൾ നമ്മൾ കട്ട ഇപ്പൊ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ കത്തി വെച്ച് കുത്താൻ പോയിട്ട് ഇങ്ങനെ അവിടുന്ന് നേരെ മുഖത്തോട്ട് ക്യാമറ, അങ്ങനത്തെ കുറെ ടെക്നിക്ക് ഉണ്ടല്ലോ. ഇത് വയലൻസ് ആണ്, അയാളെ ഓൺ സ്ക്രീൻ വയലൻസ് ഇല്ല, ഓഫ് സ്ക്രീനിലാണ് ഇംപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇത് വയലൻസും ആളുകളുടെ തല പോകുന്നൊക്കെ സ്ലോ മോഷനിൽ വരെ കാണിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. തല അടിച്ച് അങ്ങോട്ട് പൊളിക്കുകയാണ്. അപ്പൊ തല ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നതൊക്കെ നമ്മളെ കാണിക്കും വിഷ്വലി. ഒരാളുടെ കഴുത്തറത്ത് കൊല്ലുന്ന സീനൊക്കെ ഭയങ്കര. അത് അവിടെ ഞാൻ തന്നെ കുറച്ച് അത് സെറ്റ് ചെയ്യാൻ നല്ലത്. ഫസ്റ്റ് സീക്വൻസിൽ തന്നെ അങ്ങനെ ഇത് വരുമ്പോൾ ഓക്കെ ഇത് ഇങ്ങനത്തെ ടൈപ്പ് പടമാണെന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്ന് ഈ പറഞ്ഞ ബോംബ് പൊട്ടുമ്പോൾ ആൾക്കാർ ചെതറി പോകുന്നതെല്ലാം നമ്മൾ നല്ല എവിഡന്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുള്ളത്. അത് ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ എനിക്ക് കുറച്ചത് ഞാനവിടെ കുറച്ച് എക്സോസ്റ്റഡ് ആയിരുന്നു. ക്ലൈമാക്സ് ഒരു സീക്വൻസ് ഇല്ല ഇത് തന്നെ. അപ്പം എനിക്ക് തോന്നി ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നു, ഒരു 25 പേര് ഇപ്പുറത്ത് നിൽപ്പുണ്ട്. എന്തുകൊണ്ട് ഉരുണ്ട പോലെ അയാളുടെ ദേഹത്ത് അയാൾ ഓപ്പൺ എയറി നിൽക്കുമല്ലേ. അത് അങ്ങനെ കുറച്ച് കൊറിയോഗ്രാഫി അത് കുറച്ച് സിനിമാറ്റിക് ലൈനാണ്. അതെ, മനസ്സിലായി. ഞാൻ അവിടെ ആലോചിച്ച് ഈ ക്യാരക്ടർ ഇത്ര നേരം നമ്മൾ ഈ ക്യാരക്ടറിന്റെ ഈ സീക്വൻസ് കാണാൻ നിൽക്കണ്ട, ഇവനെ ഒരു വെടിക്ക് കൊല്ലാം. അപ്പോഴാണ് നമ്മുടെ മെയിൻ സംഭവം നടക്കുന്നത്. അപ്പൊ അവൻ ആക്ച്വലി സ്ലോ മോഷനിൽ പുള്ളിയുടെ ഗൺ ഫയർ നടക്കുന്നുണ്ട്. അപ്പൊ പുള്ളി മറ്റേ ഗ്രനേഡ് ഒക്കെ എടുത്തിട്ട് ഞാൻ മനസ്സിലായി ഈ ഗ്രനേഡ് വെടി കൊണ്ട് പൊട്ടിട്ട് ചെതറി പോകാനായിരിക്കും. എന്നിട്ടും പിന്നെ അത് പുഷ് ചെയ്യും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് പൊട്ടത്തുള്ളൂ. പുള്ളിയുടെ മേത്ത് കുറെ ബുള്ളറ്റ് കൊണ്ടതിന് ശേഷമാണ് അത് നടക്കുന്നത്. എനിക്ക് തോന്നിയത് അപ്പുറത്തോട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഫൈറ്റിലാണ്. അപ്പം അത് അവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതവർ മറക്കുന്ന ഈ ഷെയ്ക്കിക്കാൻ വെച്ചിട്ടാണ്. അവർ ഓടുന്നതും നടക്കുന്നതും എല്ലാം ഷെയ്ക്കാണ്. അപ്പം അക്ഷയ് ഖന്നയും സഞ്ജയ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായതുകൊണ്ട് എനിക്ക് പേഴ്സണലി പടത്തിൽ അക്ഷയ് ഖന്ന എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് അത് എനിക്ക് അർജുൻ റാംപാലും ഭയങ്കരമായിട്ട്, അതായത് അർജുൻ റാംപാലിന്റെ സ്ക്രീൻ കുറവാണ് നമ്മൾ കുറവാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി കുറച്ചുകൂടെ വേണമെന്നുണ്ടായിരുന്നു. പുള്ളി അടുത്ത പാട്ടിൽ പുള്ളിയാണ് ഇനി അടുത്ത മീൻ. അപ്പോൾ എനിക്ക് ഇതില് ഞാൻ ഈ അക്ഷയ് ഖന്ന ഞാൻ ട്രെയിലർ കണ്ട പോലെ എനിക്ക് പുള്ളി ഇങ്ങനെ നടന്നു വരുന്ന ഷോട്ടൊക്കെ കാണുമ്പോഴത്തേക്കും വേറെ ലെവൽ സാധനമായിരുന്നു. എനിക്ക് ഭയങ്കര എനിക്ക് കൈ അടിക്കണം തോന്നിയ മൊമെന്റ് പുള്ളി വരുന്ന സാധനങ്ങളിലൊക്കെ. പുള്ളിയുടെ ഈ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ശരിക്കും ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് കരുതി കാണുമ്പം ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ആ കണക്ഷനിലുപരി ഇപ്പം ഈ കഥ അറിയാത്തതോ അല്ലെങ്കിൽ ഇത് റിയലി നടന്ന കഥയാണെന്ന് അറിയാത്ത ഒരാൾ കാണുമ്പം കുറച്ച് ജനറിക് സ്വഭാവമുള്ള ഒരു വില്ലനാണ്. പുള്ളി മാത്രമല്ല പലരും. അല്ല, നമ്മൾ ഈ പടം മൊത്തത്തിൽ കഥ ഉൾപ്പെടെ നോക്കിയാലേ നമ്മൾ പടങ്ങളെ കണ്ട അവന്റെ കോക്കിലെ കണ്ട പോലെ, അതായത് ഒരു പോലീസുകാരനെ അവരെ ഗുണ്ടകളുടെ അടുത്തേക്ക് വിടുന്ന പോലെ ഇവിടെ ഒരു ടെററിസ്റ്റുകളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ അവിടുത്തെ ഗാങ്സ്റ്റേഴ്സ്, പാകിസ്ഥാനിലെ ഗാങ്സ്റ്റേഴ്സിന്റെ അടുത്തേക്ക് ഒരു ഇന്ത്യൻ ഒരു മിലിറ്ററിയിൽ നിന്ന് ഒരാളെ പോകുക എന്നുള്ള സംഭവം ആ എലമെന്റ് ആണെന്ന് തോന്നുന്നു പടത്തിന്റെ ഒരു നെഗറ്റീവ് എന്നല്ല, പടം ഫേസ് ചെയ്യുന്ന ഒരു എന്തോ നമ്മൾ ഈ ട്രാക്ക് നമ്മൾ വേറെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒരു സിനിമ എന്ന നിലയിൽ നോക്കുമ്പോഴത്തേക്കും ഈ സ്റ്റോറിയിലെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് റിയൽ ലൈഫിൽ നടന്നതാണ്. ഇന്നയാളെ അയാളുടെ കഥ പറയേണ്ടതാണെന്ന് വെച്ച് ഇവര് എടുത്തു വെക്കുവാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലേ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. പിന്നെ റിയൽ വിഷ്വലൊക്കെ വെച്ച് കട്ട് അത് റിയൽ ഓഡിയോയുടെ സംഭവം നല്ല ഇതായിരുന്നു. അത് ഞാനങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഓഡിയോ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ആദ്യമായിട്ട് ഞാനത് റിയൽ കേൾക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ തിരിച്ച് കട്ട് ചെയ്യുന്നു അവരത് യൂസ് ചെയ്യുന്നത് ചിലയിടത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലയിടത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അജ്മൽ കസബ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ കാണിച്ചിട്ട് പിന്നെ സ്ക്രീനിൽ കാണിക്കുന്ന വേറൊരാളാണ്. അപ്പൊ അത് പക്ഷെ അത് നമുക്ക് മുഖം അത്ര വ്യക്തമാകുന്ന രീതിയിലല്ല അവിടെ ആ വിഷ്വലിൽ കാണിക്കുന്നത്. അല്ല, പക്ഷെ അത് ഞാൻ പറയുന്നത് ഇപ്പുറത്ത് റിയൽ കാണിക്കുമ്പോൾ അയാളുടെ ബാക്കിൽ നിന്ന് എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ആ സ്ക്രീൻ കാണിക്കുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ട്. ഇല്ല, അതെനിക്ക് തോന്നുന്നത് മറ്റേ ആൾക്കാർക്കല്ല അജ്മൽ കസബിന്റെ ഫേസ് ഒട്ടുമിക്ക ആൾക്കാർക്കും കുറച്ച് അറിയാമായിരിക്കുമല്ലോ. അറിയാം. അല്ല, ഞാൻ പറയുന്നത് ആ ഒരു അത് ഇവർ ഓൾറെഡി മറ്റേ ആ
പാർലമെന്റ് അറ്റാക്കിന്റെ സീക്വൻസ് കാണിക്കുമ്പോഴേ റിയൽ ഫുട്ടേജും അതെ 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 കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ലൈനിൽ പക്ഷെ അവിടെ ആളുടെ ഫേസ് നമുക്ക് രജിസ്റ്റർ ആവുന്നില്ല. അതെ ഞാൻ പറയുന്നത് ഇപ്പം നീ നേരിട്ട് പിന്നെ പക്ഷെ ന്യൂസിൽ വരുമ്പോൾ വേറൊരാളാണ്. അപ്പം ആ ചോയ്സ് ഓഫ് ഡയറക്ഷൻ ഞാൻ പറയുന്നത്, അല്ലാതെ അങ്ങനെ ഒരു നെറേറ്റീവ് ത്രൂ ഔട്ട് പടത്തിലുണ്ടല്ലോ, അത് റിയൽ ലൈഫും അതൊരു പുള്ളി ഒരു പുതിയ കാര്യം ട്രൈ ചെയ്താന്ന് തോന്നുന്നു. അതെ, അപ്പൊ നമുക്ക് റിയൽ ഇൻസിഡൻസും ആൾക്കാരെ എല്ലാവരും നമുക്ക് ഫേസ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു ഡോക്യൂ ഫിലിം പോലത്തെ ഒരു അങ്ങനെയല്ല, ഫുള്ളല്ല, കുറച്ച് ചില അതൊരു പുതിയ നെറേറ്റീവ് സ്റ്റൈൽ. അതെ അതെ, അതാണ് ഈ ഇടയ്ക്ക് സ്ക്രീനിൽ ഫുള്ള് റെഡ് സ്ക്രീൻ വന്നിട്ട് ഫുള്ള് ഇത് വരും, ടൈപ്പോഗ്രഫി വരും, അതായത് പറയുന്ന കോൺവെർസേഷൻ ഓഡിയോ ഒറിജിനൽ നടന്ന സംഭവങ്ങളെ, അതായത് ഇതിനകത്ത് ഒരു പരിധി വരെയൊക്കെ കുറച്ച് പ്രൊപ്പഗാൻഡ ഉണ്ട്, ചിലരെ വെളുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഒളിച്ചു കിടത്തൽ. ഒളിച്ചുകിടത്തിലൊക്കെ ഭയങ്കര എന്താ പറയാ, അതായത് അതായത് പ്രൊപ്പഗാൻഡ സിനിമയുടെ പൊതുവെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പടം മോശമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒളിച്ചു കിടത്തുന്നത് പിന്നെ എനിക്ക് കാണാനല്ലോടെന്ന് പറയും. പക്ഷെ ഇത് ഇപ്പം നമുക്ക് സിനിമ മാത്രം കണ്ട് ആസ്വദിക്കാൻ പറ്റും, പ്രൊപ്പഗാൻഡ മനസ്സിലാവുന്ന ഒരു ഓഡിയൻസിനും സിനിമ ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഒരു നല്ല വെൽ മെയ്ഡ് അതിനകത്താണ്. അതായത് നമ്മളിത് പ്രൊപ്പഗാൻഡ പടമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കാണേണ്ടി വരത്തില്ല, നമുക്കൊരു സിനിമയാണിത്. അങ്ങനെയും കണ്ട് ആസ്വദിക്കേണ്ടവർക്ക് വേണേൽ കാണാം. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ 500,000 നോട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ച ആ സ്റ്റോറി ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനകത്ത് അതിനിപ്പോൾ അടുത്തതിനകത്തായിരിക്കും. അതാ പറഞ്ഞത്, ഇത് നമ്മളിപ്പോൾ കണ്ടത് ഫുൾ പടത്തിന്റെ, ആക്ച്വലി ഇവർ എടുത്ത പടത്തിന്റെ ഇന്റർവൽ പോയിന്റ് ആയിരിക്കും നമ്മൾ കണ്ടത്. ശരി, അതെ, 3.5 മണിക്കൂറുള്ള ഫസ്റ്റ് ഹാഫും അടുത്ത 3 മണിക്കൂറുള്ള സെക്കൻഡ് ഹാഫും. ദുരന്തർ കിൽഡ് അക്ഷയ് ഖന്ന. അതായത് കില്ലിസ്റ്റ് ഉണ്ട്, മറ്റേ കിൽ ബില്ല് പോലെ എല്ലാവരുടെയും പേരെഴുതി വെച്ചിരിക്കുകയാണ്. ഈ ടീമിനെ എല്ലാവരും തട്ടണം. അതാണ് ഓരോരുത്തരെ തട്ടിക്കഴിയുമ്പോഴത്തേക്കും വരയ്ക്കുകയാണ്. പറഞ്ഞത് അവിടെ നമ്മൾ തുടങ്ങിയത്. അതായത് നമ്മുടെ രൺവീറിൻ്റെ ആക്ടിങ്, എനിക്ക് പണ്ട് തൊട്ടേ രൺവീറിൻ്റെ ആക്ടിങ് ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പുള്ളിയുടെ ഇൻറ്റോനേഷനാണ്. അതായത് ഇപ്പോൾ ഒരു ക്യാരക്ടറിന് നമ്മളിങ്ങനെ സൗണ്ടിൽ കൊടുക്കേണ്ട സൗണ്ടും ഇൻറ്റോനേഷൻ എന്ന് പറയുന്നത് രൺവീർ ഇൻറ്റോനേഷൻ അപ്പൊ അതിന്റെ ഇങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലും അതെനിക്ക് പുള്ളിക്ക് സെറ്റ് ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ കുറച്ച് മറ്റേ കഴിഞ്ഞ പടം ഞാൻ കണ്ടില്ല, റോക്കി. അപ്പം ഇതിനകത്ത് കുറെ കൂടെ പക്ഷെ ഇതിനകത്ത് പുള്ളി നിക്കുക നോക്കുക എന്നുള്ള ലൈനാണല്ലോ. അപ്പൊ അതിൽ ഭയങ്കര എഫക്റ്റീവാണ് പുള്ളിയെ വിഷ്വലി ഭയങ്കര രസമാണ്. ആ ക്യാരക്ടർ ഓൺ സ്ക്രീനിൽ അടിപൊളിയാണ്. ഓഫ് സ്ക്രീനിൽ വന്നിട്ട് ഇമ്മാതിരി പരിപാടി ആ ഒരു കാര്യം കൂടെ കൊണ്ടാണ് ഈ പടത്തിന് ആ ഒരു നല്ല പീക്കിൽ, ആ ട്രെയിലർ കഴിഞ്ഞപ്പോഴത്തേക്കും പടത്തിന് കിട്ടിയൊരു ഹൈപ്പ് മൊത്തം ഒറ്റയടിക്ക് താഴെ കൊണ്ട് കളഞ്ഞ മനുഷ്യനാണ്. ബട്ട് പടത്തിൽ നമ്മളിങ്ങനെ വേറൊരാളുടെ പടം എന്ന ലൈനിൽ കാണാൻ എനിക്ക് പുള്ളിയുടെ ഓൺ സ്ക്രീൻ പ്രസൻസ് ഇഷ്ടമാണ്. പക്ഷെ ഓഫ് സ്ക്രീൻ കുറച്ചാൾ ലൗഡാണ്. ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് രൺവീറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മറ്റവരുടെ കൂടെ തന്നെ ആക്ടിങ് വൈസ് എനിക്ക് സിനിമയിൽ ഈ സഞ്ജയദത്തിന്റെ ക്യാരക്ടർ വരുമ്പോഴേ പുള്ളി എല്ലാ പടത്തിലും വന്ന് കണ്ട ആ ഒരു സാധനം ഉണ്ടല്ലോ, സ്ഥിരം ആ ഒരു പാറ്റേൺ തന്നെയാണ്. കാരണം എസ്പെഷ്യലി പുള്ളി ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ, പുള്ളി ഡയലോഗ് ഡെലിവറിയും പുള്ളിക്ക് എഴുതി കൊടുത്ത ഡയലോഗ്സും ഒരു നമ്മൾ സ്ഥിരം കാണുന്ന പോലെ തെലുങ്ക് പടത്തിൽ അല്ലെങ്കിൽ പുള്ളി ഹിന്ദിയിലൊക്കെ മറ്റേ കുറച്ച് ബോംബ് മറ്റേ ഭാഗി ഹൂറിലൊക്കെ വന്ന പോലത്തെ ആ കൈൻഡ് ഓഫ് ഒരു ഡയലോഗ് ഡെലിവറിയും ഡയലോഗ്സും പുള്ളിയുടെ ക്യാരക്ടറും അങ്ങനെ. അല്ല, പുള്ളിയുടെ ഇൻട്രോ സീൻ തന്നെ ഒരു സ്റ്റുഡിയോ വെച്ചെടുത്തു. അത് അതായത് ഏത് സീനാണ് സ്റ്റുഡിയോ വെച്ചെടുക്കേണ്ടതെന്നുള്ളൊരു, അതായത് ആ സീൻ നടക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഒന്നുമില്ലാതെ മറ്റേ എന്തുവാ പറയുന്നത്, ഉപ്പുപാടോ, അതായത് അതായിരിക്കും ഇവർ എഴുതി വെച്ചേക്കുന്നത്. ഇത് അതേപോലെയുള്ള അവിടെ സ്ഥലം ഗുജറാത്തിൽ. ഇതെവിടെ വെച്ചാൽ നടക്കുന്നത് ഞാൻ എഴുതി കാണിച്ചാൽ എല്ലാം ഇങ്ങനെ എഴുതി കാണിക്കാത്ത അവിടെ. അപ്പം അതെ, പടത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ പേര് ഇവർ ഓരോ ക്യാരക്ടർ സ്ക്രീനിൽ അപ്പിയർ ആകുമ്പോൾ എഴുതി കാണിക്കും. എന്തുകൊണ്ടാണ് പിന്നെ അതുകൂടാതെ എനിക്ക് 1-2 ഡയലോഗ്സ് ഇവർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി എഴുതി കാണിക്കുക ചെയ്യുമായിരുന്നു. ടൈപ്പോഗ്രഫി ഉണ്ട് പടത്തിൽ. ഈ പേര് എഴുതി കാണിക്കുന്നൊരു വലിയ പ്രധാന സോറി, നമുക്ക് അറിയില്ല, ഹിന്ദി നോളജ് കുറവാണ്. അപ്പോൾ പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ തിരുത്ത് താഴെ വന്ന് കമന്റ് ചെയ്യുക. സിറ്റുവേഷൻ വെച്ചിട്ടാ പലതും അല്ല, എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അല്ല, ഹിന്ദി ഓവറോൾ മനസ്സിലാവുമെങ്കിലും ഇങ്ങനെ ചില വാക്കുകൾ കുറച്ച് കട്ടി വാക്കുകളുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പോയില്ല, നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കുറച്ച് വാക്കുകളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ പറഞ്ഞ സഞ്ജീവത്തിന്റെ ഇൻട്രോ സീക്വൻസ് ഫുൾ അത് എനിക്ക് ത്രൂ ഔട്ട് പറയാം. അത് ഭയങ്കര ഓക്വേർഡ്ലി സ്റ്റേജ്ഡും, അല്ല അത് വേറെ പടത്തിന്റെ മൂടാ. അങ്ങനെ മൾട്ടിപ്പിൾ സീക്വൻസിൽ ഇങ്ങനെ ഒരു ഓക്വേർഡ്നെസ് ഉണ്ട്. അതായത് അതിന്റെ സ്റ്റേജിങ്, അതായത് ഇവര്
ഒരു 4-5 സീനുകളിൽ ഒരു ക്രൗഡിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന സാധനം എനിക്ക് തോന്നുന്നു അതെല്ലാം ഒരേ ദിവസം എടുത്തേക്കുന്നത്. അത് ഒരു ക്രൗഡ് ഇങ്ങനെ കൊടി ആട്ടിക്കൊണ്ടിരിക്കും, ഇവരെല്ലാം സ്റ്റേജിൽ കയറിയുന്നു. അപ്പോൾ അത് ഷെഡ്യൂൾ ചെയ്യുമ്പം ഈ ഒരു 4-5 സീനുകളിൽ അതേ ക്രൗഡിൻ്റെ മുമ്പിൽ, അത് VFX വൈസ് സെയിം ക്രൗഡാണ്, ആ ക്രൗഡിന് മുമ്പിൽ ആളുകളും ആ സീൻസും മാറുന്നുണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തപ്പം അവർക്ക് ഈസിനെസ്സിന് വേണ്ടി ഒരേ രീതിയിൽ ഷൂട്ട് ചെയ്തു. പക്ഷെ അവിടെ ആ സീക്വൻസിലെല്ലാം എനിക്ക് തോന്നുന്നു കുറച്ച് ഈ സ്റ്റേജിങ് കുറച്ചൊരു വീക്കായിരുന്നു ആ സീനുകൾ വരുമ്പോഴത്തേക്ക്. ഇടയ്ക്ക് അത് ഫീൽ ചെയ്യും നമുക്ക്. എഡിറ്റിലൊക്കെ കുറച്ച് എഡിറ്റിൽ ഇങ്ങനെ ഫ്ലോ കുറച്ച് നഷ്ടപ്പെടും ഇങ്ങനെ. പിന്നെ ഇതുപോലെ ഈ റിയാക്ഷൻ ഷോട്ടൊക്കെ കട്ട് ചെയ്തില്ല, അതിന്റെ ആംഗിൾ ഒക്കെ കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അതായത് ഈ സാറാ അർജുനെ ഫസ്റ്റ് മീറ്റ് ചെയ്ത സീൻ മീറ്റ് ചെയ്തിട്ട് ആക്ച്വലി ഇവള് ഇത് ഫോൺ എടുത്ത് അച്ഛൻ എറിഞ്ഞു കളയല്ലോ. എന്നിട്ട് ആ പുള്ളി നോക്കുന്ന ഷോട്ടും അടുത്ത റൺവീറിന്റെ ഷോട്ട് എന്ന് പറഞ്ഞാൽ റൺവീറാണ് പുള്ളി നോക്കുന്നത്. ബട്ട് അത് ആ ഫുൾ സീക്വൻസിൽ ഇവരുടെ ആരെയാണ് നോക്കുന്നത് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഈ ആംഗിൾ വൈസ് നമ്മൾ ആക്ച്വലി അങ്ങനെയാണ് എഡിറ്റിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ നടന്നു എല്ലാം ഇങ്ങനെ ഒരു അതെ. അപ്പൊ അതിന് ഇവരുടെ നോട്ടം ഈ വെക്കുന്ന ഷോട്ട്സിന്റെ ആംഗിൾ കുറച്ച് നമുക്ക് കുറച്ച് കൺഫ്യൂസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും ഇതാണ് സംഭവം. പക്ഷെ അതൊരു എനിക്ക് മനസ്സിലായി ഇതെല്ലാം സ്റ്റുഡിയോ ഷൂട്ടുകളാണ് ഈ ക്രൗഡിന്റെ മുമ്പ് ഇതെല്ലാം. അപ്പൊ ഇത് മറയ്ക്കാന് ഒരു ടെക്നിക്കുണ്ട്. ഇപ്പം ക്രൗഡ് നമ്മുടെ ഇല്ല, അപ്പൊ അങ്ങനത്തെ കുറച്ച് ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെ എടുത്തപ്പം കുറച്ച് സ്റ്റേജിങ് മിസ്സായതായിരിക്കും. അതുപോലെ തന്നെ ഈ പടത്തിന് വേണ്ടി ഒരു വലിയ സെറ്റ് ഇവരിട്ടിട്ടുണ്ട്. ഒരു 6 ഏക്കറോളം ഒരു സ്ഥലം ഇവർ എടുത്തിട്ട് ബാങ്കോക്കിലാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അവിടെ ഇവർ ഈ സ്ട്രീറ്റ് പാകിസ്ഥാനിലെ സ്ട്രീറ്റ് ഇപ്പോൾ കഥ നടക്കുന്ന മെയിൻ സ്ട്രീറ്റ് അവരവിടെ സെറ്റ് ഉണ്ട്. നമുക്ക് അത് ആ സ്ട്രീറ്റിൽ ഒരുപാട് സീക്വൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാനത് കാണുമ്പോൾ ഇങ്ങനെ ഇവർ അവിടെ ചെന്ന് ഷൂട്ട് ചെയ്തിരിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. നല്ല രസമായിട്ടാണ് അവിടുത്തെ അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ പരിപാടിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. അത് ആക്ച്വലി ഒറിജിനൽ ലൊക്കേഷൻസ് വേറെ ഉണ്ട്. പ്രൊഡക്ഷൻ ഡിസൈൻ ഗംഭീരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ ലൊക്കേഷൻസും ഈ ഇത് പിന്നെ ഈ പറഞ്ഞ VFX എൻഹാൻസ്മെന്റ് എല്ലാം കൂടെ ഒരു നല്ല രീതിയിൽ അത്ര ഏരിയ കുറേ സ്ഥലത്ത് അവിടുത്തെ VFX വർക്കൊക്കെ ഗംഭീര വർക്കാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ പറയുന്ന പോലെ സ്പെഷ്യൽ എഫക്ട്സ് മേക്കപ്പും ടീമും അതിൻ്റെ, അതായത് ഈ വയലൻസ് ഓൺ സ്ക്രീൻ പ്രസന്റ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇതുവരെ ഉള്ളതിൽ കില്ല് അത്യാവശ്യം വൃത്തിക്ക്, പക്ഷെ അതിലും ഈ കുറെ ഇങ്ങനെ മറയ്ക്കുന്നതുണ്ട്. അതായത് നമ്മൾ ഒരു ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന മാർക്കോയിലാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും അത്രയും തന്നെ, അതായത് സ്കില്ലിൽ ചിലപ്പോൾ മാർക്കോയിൽ കാണിക്കാതെ വിട്ട കുറച്ച് സാധനം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. പക്ഷെ മാർക്കോ ലെവലിൽ അത്രയും ഒരു ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഇല്ല നമുക്ക് ഇതിനകത്ത്. അല്ല, പക്ഷെ അവര് ഏറ്റവും വയലന്റ് പടം അങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഞെട്ടലുണ്ടാവും. ഞാൻ ദുരന്തന്റെ ട്രെയിലറിൽ ഇത് വലിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വലിക്കുന്ന ഇംപ്ലോ ചെയ്യും, അപ്പോഴത്തേക്കും അർജുൻ റാമ്പലും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് ഞാനിങ്ങനെ ആ മുഖത്ത് തന്നെ നോക്കിയിരിക്കും എന്തൊക്കെ പോയിട്ടുണ്ട്. അല്ല, ഞാനിങ്ങനെ എങ്ങനെയാണ് ഇത് മേക്കപ്പ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ ടെക്നിക്ക് എന്നൊക്കെ അറിയാനാണ്. പക്ഷെ അതൊക്കെ പിന്നെ ഇവരെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഭയങ്കര ലൈറ്റ് അതായത് ഭയങ്കര ഹെവി ബൊക്കെയാണ്. അതായത് കണ്ണ് ഫോക്കസ് ആണ്, കണ്ണിന്റെ തുമ്പ് മാത്രമേ ഫോക്കസ് അതിങ്ങനെ ഭയങ്കര ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ഇവരെടുത്തേക്കുന്നത്. പിന്നെ മാധവന്റെ ഒരു പ്രസംഗ സീക്വൻസ് ഒക്കെ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇത്രയും സെറ്റുകളൊക്കെ ഇടേണ്ട വരത്തില്ല. അതായത് ഇവര് ഭയങ്കര വളരെ മിനിമൽ സെറ്റപ്പാണ്. ഒരു സീൻ കവർ ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് സെറ്റപ്പ് ആയിരിക്കും. 2 സെറ്റപ്പിൽ ചിലപ്പോൾ ഇവർക്ക് ഒരു സീൻ കുറെ സംഭവം ഈ നമ്മുടെ അഡീഷണൽ ലൈറ്റ്സ് ഇട്ട അല്ലാതെ നമ്മുടെ അവൈലബിൾ ലൈറ്റ് സോഴ്സുകൾ ആണ് ഇത് ലൈറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതായത് എനിക്ക് മാധവൻ ആക്ച്വലി ഈ പ്രോജക്റ്റ് മറ്റേ മിനിസ്റ്റർ അടുത്ത് എക്സ്റ്റേണൽ അഫയർ മിനിസ്റ്റർ അടുത്ത് പ്രസന്റ് സീനിൽ ഇവരുടെ ആ സീൻ മൊത്തത്തിൽ 3 ഷോട്ടാണ്. മറ്റേ സ്ഥിരം ബേസിക് 180 റൂളിൽ ഒരു സ്ഥിരം 3 ഷോട്ടിൽ ആ സീൻ തീർക്കുക. ആ കോൺവെർസേഷൻ കുറച്ച് നേരം ഉണ്ടല്ലോ, പക്ഷെ അത് കറക്റ്റ് ഈ പറഞ്ഞ 2 പേരുടെ ഷോട്ട് ഈ 2 ഷോട്ടിൽ തീർന്നു. എനിക്ക് പൊതുവെ അത് ഇടയ്ക്കിടയ്ക്കുണ്ട് ആ സാധനങ്ങൾ. എനിക്ക് എന്താ പറയാ, അത് അത്ര ഇതല്ല. ഞാൻ പറയണം മറ്റേ സെറ്റപ്പിന്റെ കാര്യം പറഞ്ഞു. അതായത് ഈ പടം ഇത്രയും വലിയ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഇങ്ങനത്തെ സീനുകളെല്ലാം ഇവര് വളരെ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് തന്നെ ആ സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് തീർക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവും. വലിയ കുഴപ്പമില്ലാതെ തോന്നിയത് ഇവരൊക്കെ ഏജ് ഉള്ളവർ അവരെ ഇരുന്നായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്ത്. പിന്നെ അതിന്റെ ലൈറ്റിംഗ് സെറ്റപ്പ് ഭയങ്കര രസമാണ്. ഫുൾ ഇരുട്ടുള്ള മുറിയിൽ ഒരു ജനലൊക്കെ ഇരുന്നിട്ട് ആ ലൈറ്റ് ഒക്കെ ഭയങ്കര. അത് ബാറാണോ എന്തോ അങ്ങനത്തെ റെസ്റ്റോറന്റോ അതായത് ഇവര് ഇവരുടെ 3 പേരോട് സംസാരിക്കുന്ന ഒരു സീക്വൻസ്. അതെ, അങ്ങനെ കുറച്ചധികം ഉണ്ട്. അതൊക്കെ കുറച്ച് രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാധവൻ ഇങ്ങനെ ആലോചിച്ചിരിക്കത്തില്ല വേറൊരാളോട് സംസാരിക്കും. അങ്ങനെ മാധവൻ ഭയങ്കര രസമായിരുന്നു. പക്ഷെ മാധവൻ അതില്ല. മാധവൻ സ്റ്റാർട്ട് ചെയ്ത കിഡിലാണല്ലോ തോന്നി. പക്ഷെ മാധവൻ വരുമായിരിക്കും. മാധവന്റെ ക്യാരക്ടർ ഇത്രേ ഉള്ളൂ തോന്നുന്നു പടത്തില് ചെയ്യാനുള്ള സംഭവമേ ഉള്ളൂ. അജിത് ഡോവാലിന്റെ ഇപ്പൊ പുള്ളിയാണ് അന്ന് തൊട്ടേ ഇതിന്റെ പിന്നണിയിലുള്ള ചരട് മൊത്തം വലിക്കുന്ന ലൈനിലാണ്
ഈ കഥ പറഞ്ഞു പോകുന്നത്. അതായത് പടം ഓപ്പൺ ചെയ്യുന്നത് കാണ്ഡഹാർ ഹൈജാക്കിൻ്റെ സീക്വൻസ് തുടങ്ങിയാണ്. അതിനുശേഷം പാർലമെൻറ്റ് ആക്രമണം, പിന്നീട് ഈ പറഞ്ഞ പോലെ മിഡ് പോയിന്റ് എത്തുമ്പോഴാണ് ഈ താജിലെ സീക്വൻസ് വരുന്നത്. അതെ അതെ, ഇതിപ്പം ഇവർ നറേഷനെ ചൂസ് ചെയ്തേക്കുന്നത് ഇന്ത്യക്കെതിരെ നടന്ന ടെററിസ്റ്റ് അറ്റാക്കുകൾ, പിന്നെ അതിൽ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ളൊരു പെർസ്പെക്റ്റീവ്, അവിടെ ഒരു ഇന്ത്യൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ ഇത് ഓപ്പറേഷൻ നടന്നിരിക്കുക എന്നുള്ള ലൈനിലൊക്കെ. അപ്പോൾ അവിടെ പാകിസ്ഥാനിലും ഈ പറഞ്ഞ പോലെ സഞ്ജയത്തിനെ കേട്ട അവിടുത്തെ പോലീസ് ഓഫീസറാണ് പുള്ളി. ആക്ച്വലി അവിടുത്തെ ഗ്യാങ്സ്റ്റേഴ്സിനെതിരാണ്. അതെ, പുള്ളി അവിടെ, അതായത് അവിടെയും ഉണ്ട് ഒരു നിയമസംഹിതയും ഈ പറഞ്ഞ പോലെ ആൾക്കാരും ഉണ്ട് അവിടെയും എന്നുള്ള ലൈനിലാണ്. അതെ അതെ, കുറെ കൂടെ എനിക്കൊരു നമ്മൾ കാണുന്ന പോലെ പാകിസ്ഥാനിൽ നമ്മളെപ്പോൾ കാണിച്ചാലും അവിടെ ടെററിസ്റ്റുകളെല്ലാം അവിടെ കൂടിയിരുന്ന് ചായ കുടിക്കുന്ന ലൈനിലല്ല അവർ അവതരിപ്പിക്കുന്നത്. അല്ല, അതായത് എല്ലാ പാകിസ്ഥാനികളും ഒരേ ലൈൻ ഒരേപോലെ എന്ന് എല്ലാവരും വില്ലന്മാർ അങ്ങനെയല്ല കാണിക്കുന്നത്. ഇൻഫാക്ട് ഇപ്പുറത്ത് ഇന്ത്യയെ കാണിക്കുമ്പോൾ ഇന്ത്യ മൊത്തം നല്ലത് അങ്ങനെയും കാണിച്ചിട്ടില്ല. അതായത് ഇപ്പോൾ അജിത് ഡോവലിന്റെ ക്യാരക്ടർ ഈ പറയുന്ന പോലെ അവസരത്തിന്, അതായത് ഈ രൺവീർ എന്ന കഥാപാത്രം ഉപയോഗിക്കുകയാണ്. അതായത് വി ഹാവ് എ വെപ്പൺ ഇൻ ഓൺ അവർ ഹാൻഡ് എന്നൊക്കെ ലാസ്റ്റ് പറയുന്നത്. അപ്പം രൺവീറിനെ ഒരു വെപ്പൺ പോലെ അജിത് ഡോവൽ യൂസ് ചെയ്യുന്നു. ആക്ച്വലി രൺവീറിന് എന്തൊരു കഥയുണ്ട് പറയാൻ, അടുത്ത പറഞ്ഞ ടീസറിലുണ്ട് പുള്ളിയുടെ ആക്ച്വലി ഈ മുടി ഇല്ലാത്ത ലുക്കിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നു. അപ്പോൾ അത് രണ്ട് സൈഡിലും ഓരോരുത്തർ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ പരിപാടികൾ, അങ്ങനെ കുറെ കൂടെ ഹ്യൂമനൈസ്ഡ് വേർഷനാണ്. അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു സീന് ഇവൻ നമ്മുടെ അത് കൃത്യമായിട്ടൊന്ന് ലാൻഡ് ചെയ്ത പോലെ തോന്നിയില്ല, പക്ഷെ എനിക്കത് അങ്ങനത്തെ ഒരു 2 സീനും കൂടെ വേണമെന്ന് തോന്നി. അതായത് ഇവൻ നമ്മുടെ അക്ഷയ് ഖന്നെ കൊന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആദ്യം പറയുന്നത് എനിക്ക് വിശക്കുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് പക്ഷെ അതുവരെയുള്ള പടത്തിന് ആ ഒരു സാധനമില്ല. ബേസിക്കലി ആ പോയിന്റില് ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മാസ് ബീജത്തിലാണ് നടന്നു വരുന്നതാണ്. ഇവിടെ ആക്ച്വലി ഹോസ്പിറ്റലിൽ പോയിട്ട് മുറിവിൽ ഒരു പഞ്ഞി പോലും വെച്ച് തുറക്കാനാണ് പുള്ളി വീട്ടിൽ വരുന്നത്. ഞാനപ്പോൾ ആലോചിച്ചു എന്താണ് പുള്ളി ഹോസ്പിറ്റലിൽ ചെന്ന് ഇവന്റെ മുഖം ഓൾറെഡി ഇടി കൊണ്ട് പൊളിഞ്ഞ് നാശമായിട്ടിരിക്കുക, അക്ഷയ് ഖന്ന മരിച്ചു, എന്നാൽ പിന്നെ ഇവരെ എങ്കിലും നോയിക്കൂടെ എന്നുള്ള സംഭവമില്ല. ഇവൻ നേരെ വീട്ടിൽ വന്നിട്ട് സാറാജുവിന്റെ ക്യാരറ്റിനോട് പസിക്കുന്നത് പടി എന്ന് പറയും, ചോറെടുത്ത് കൊടുത്ത്. പക്ഷെ പ്രശ്നം വെച്ചാൽ ഈ പുള്ളിക്ക് ഇത് കഴിക്കാൻ പറ്റില്ല, കാരണം പുള്ളിയുടെ അപ്പോഴത്തേക്ക് ഒരു ഇമോഷണൽ സ്റ്റേറ്റും പിന്നെ ഫിസിക്കലി പുള്ളി ഭയങ്കരമായിട്ട് തകർന്നു നിൽക്കുന്ന സിറ്റുവേഷൻ കൂടെ. അപ്പൊ അതിന്റെ ആ സീൻ നല്ല രസം. ആ സീൻ കുറച്ചുകൂടെ വർക്ക് ആവേണ്ടത്, അവരുടെ ലവ് സ്റ്റോറി കുറച്ചുകൂടെ ഇമ്പാക്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം, അല്ല എന്തോ ഒരു റീസൺ, കാരണം ആ സീൻ ഇമോഷണലി വർക്കല്ല, പക്ഷെ അത് വർക്ക് ആവേണ്ടതായിരുന്നു. അത് നല്ല സംഭവമായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ കുറേ നല്ല സംഭവങ്ങൾ പടം ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷേ അതായത് ഈ പടത്തിന് ഇനിഷ്യലി നമ്മൾ ട്രെയിലറിൽ കണ്ടപ്പം സാറാ അർജുൻ്റെയും ഇവരുടെ രണ്ടുപേരുടെയും ഒറിജിനൽ ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 20 years ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത്. പക്ഷേ പടത്തിൽ അവർ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഈ ക്യാരക്ടറിന്റെ 19 വയസ്സുള്ള പെൺകുട്ടിയാണ്, ഇവനൊരു അറൗണ്ട് ഒരു 30 to 30 ആ ഏജുള്ള ക്യാരക്ടർ പറയുന്നില്ല. അവളുടെ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നത് 30 നാണമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ പടത്തിന്റെ കഥയ്ക്ക് അല്ലെങ്കിൽ ഈ ക്യാരക്ടറിന്റെ ഒരു ആർക്കിന് അല്ലെ ക്യാരക്ടറിന് കഥ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ അത് അടുത്ത പാട്ടിൽ അപ്പൊ ഇവള് പറയുന്നുണ്ട്, ഇവര് തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, ഇവൻ പറയുന്നുള്ളൂ എനിക്ക് മറ്റേ ഇതിന്റെ ബാദ്ഷ ആവണമെന്ന്. അതെ, എന്തിന്റെ ആയിരുന്നു ആ സ്ഥലത്തിന്റെ ബാദ്ഷ, ഇതിന്റെ കാണ്ഡഹാറല്ലേ? കാണ്ഡഹാറല്ല, ലാരി എന്നല്ല പറയുന്നത്, കറാച്ചി ബാദ്ഷ ആവണമെന്നാണ് രൺവീർ പറയുന്നത്. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇവളോട് പറയുന്നുണ്ട് നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഡോർ എന്ന് വെച്ചിട്ട് പൊക്കോളാൻ പറയും. ഇവൾ ഡോറിൻ്റെ ഭാഗത്തേക്ക് പോയി നിൽക്കുക. അപ്പോൾ ഞാനും അജിത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അജിത്ത് പറയും ചേട്ടാ ഇറങ്ങി പോയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല. ഇവൾ തിരിച്ചോണ്ട് പറയും ഭാഷ നീ ഭാഷയാണെങ്കിൽ ഞാൻ ബീഗോ ആയിരിക്കും എന്ന് പറയുന്ന ലൈനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല ഡയലോഗ് പറയുന്നത്. എനിക്ക് കഥ ഞാൻ അവിടെ നടന്നുപോയി കഥ അടയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അടച്ചു. പക്ഷെ ഞാൻ വിചാരിച്ച ഡയലോഗ് അല്ല പറഞ്ഞത്, ബട്ട് സിമിലറാണ് സംഭവം. സിമിലറാണ്. ബീഗം ബൻ ജാവുക എന്ന് പറയുന്ന ലൈനിലായിരിക്കും ഡയലോഗ് പറയാൻ പോകുന്നതായും വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ അത് ഇതിനകത്ത് എന്താ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഞാൻ ഇങ്ങനത്തെ പടങ്ങളിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ലൈനല്ല. അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് നീറ്റ് പ്രസൻറ്റേഷനാണ്. അങ്ങനെ എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ലേഡി ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ഇവരങ്ങനെ അവസാനിക്കുക എന്നൊക്കെ വിചാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇറിറ്റേഷൻ അങ്ങനത്തെ പരിപാടി. പക്ഷെ അതൊന്നുമില്ല, ആ ലൈനിലേക്കൊന്നും പോയില്ല. പാകിസ്ഥാനിൽ ആ കാര്യത്തിലൊക്കെ മാന്യന്മാരാണെന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ രൺവീറിനെ കിട്ടിയ പുരിച്ചു പോയിച്ചു പടം കണ്ടവർക്ക് മനസ്സിലാവും. ഫസ്റ്റ് സീനിൽ രൺവീർ സിംഗ് ആക്ച്വലി ഇവിടെ ഈ ലാരിയിൽ വന്ന് ഇറങ്ങുന്ന ഫസ്റ്റ് ദിവസം കുറച്ച് ആൾക്കാർ അണ്ണനെ മാൻ ഹാൻഡിൽ ചെയ്യും. അതെ അതെ. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇമാതിരി പരിപാടികളൊക്കെ വരുമല്ലേ. നമ്മൾ ഞാൻ വിചാരിച്ച പടത്തിൽ അത് കുറച്ച് അധികം ഒരു പോയിന്റ് ചിലപ്പോൾ അത് കുറച്ച് ഈ പറഞ്ഞ റേപ്പ് ലൈനിൻ്റെ എന്തെങ്കിലും ഒരു സീക്വൻസ്
പടത്തിലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം കാരണം വയലൻസ് അത്രയും അതെ എക്സ്ട്രീമി കാണിക്കുമ്പം അത് കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. ഞാൻ നമ്മൾ വിചാരിച്ചു അങ്ങനത്തെ ഒരു സീക്വൻസ് ചിലപ്പോൾ പടത്തിലെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ക്യാരക്ടറിന് അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു ഒരു ഒരു മുൻധാരണ നമുക്ക് ഈ ടൈപ്പ് ഓഫ് പടങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഉണ്ട്. ബട്ട് അങ്ങനെയല്ല ഇവരതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അല്ല ആ ലൈനിലേക്ക് പോയിട്ടില്ല. അതെ, അവർ ആ കാര്യത്തിൽ അവർ ഡീസന്റ് ആണ്. പ്യൂർലി പൊളിറ്റിക്കൽ എല്ലാം ഇതിനകത്ത് ഈ പാകിസ്ഥാൻ എല്ലാ വില്ലന്മാരും പ്യുവർ പൊളിറ്റിക്കൽ റീസൺസ്. അതുപോലെ തന്നെ ഞാൻ ഈ പറയാൻ കൊടുത്തപ്പോഴേ ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ പബ്ബിൽ ഇവർ പോകുമ്പോൾ ഞാൻ പാകിസ്ഥാനിൽ ഇതൊക്കെ ഉണ്ടോ? കാരണം എൻ്റെ മനസ്സിൽ സിനിമ തന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ഇമേജിൽ മഞ്ഞ ടോണുള്ള എപ്പോഴും ഈ പൊളിഞ്ഞ മറ്റേ പൊടിയും ഇത് ഒരു നല്ല വൃത്തിയുള്ളൊരു ബിൽഡിങ് പോലും കാണാത്ത ഒരു പാകിസ്ഥാൻ എന്നാണ്. അത് അല്ല ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ സിനിമയിൽ നമ്മളത് അങ്ങനെ കാണിച്ചിട്ടില്ല. സിനിമകളിൽ മെജോറിറ്റി പാകിസ്ഥാൻ കാണിക്കുന്നത് എപ്പോഴും പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ ആക്ച്വലി ബോർഡർ ഏരിയ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി പാകിസ്ഥാനിൽ ഈ പറഞ്ഞ ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മളിവിടെ ഉള്ള പോലത്തെ എല്ലാ സെറ്റപ്പുകളും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയാസ് ഇവർ എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ അത് ടിവിയിൽ പടത്തിൽ കണ്ടപ്പോൾ കുറച്ച് ഇത് കൊള്ളാലോ നമുക്ക്. അതെ, ഇന്ത്യയുടെ തന്നെ വേറൊരു ടൗണിൽ നടക്കുന്ന ഒരു കഥ പോലെയാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ ഇവിടെ നടക്കുന്ന ഇപ്പം അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ പെൺകുട്ടികൾ രാത്രിയിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ഡ്രസ്സ് കിട്ടും. അവിടെയും ഈ പറഞ്ഞ പബ്ബിൽ അവർ പോകുന്നത് അത്രയും ഞാനത് കണ്ടപ്പോൾ ഇവർ പറയുന്ന ലൈനിൽ ഇവർ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഇതെല്ലാം ഉണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ചില കൊമേഡിയൻസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവരെ ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഈ അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഈ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ അവിടെ അണ്ടർഗ്രൗണ്ടിൽ പാർട്ടി വെക്കും. അവർ പറയുന്നത് എന്നിട്ട് ഇവരെ യൂസ് ചെയ്യുന്നൊക്കെ ഈ പരിപാടിക്ക് അവിടെ മറ്റേ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ അവതരിപ്പിക്കാൻ വിളിക്കും. അപ്പോൾ അവർ പറയുന്നത് പാർട്ടി ചെയ്യുവാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അവിടുത്തെ പബ്ബുകളിലൊക്കെ പോയി പാർട്ടിയാണ്. അതിനാ നമ്മളിങ്ങനെ ഡാൻസ് കളിക്കുന്നതിന്റെ അപ്പുറത്ത് 2 ബോംബ് കിട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. വേറൊരു എൻവയോൺമെന്റാണ്. എല്ലായിടത്തും മനുഷ്യരാണ് എല്ലായിടത്തും. അപ്പോൾ പുള്ളി ഇവരുടെ കഥകൾ കേൾക്കുമ്പോഴത്തേക്കും മേളിൽ നിന്ന് ഇങ്ങനെ ബോംബൊക്കെ പൊട്ടിയിട്ട് പൊടിയൊക്കെ വീഴും ഇടയ്ക്ക്, ആക്സിഡന്റ് ഇടയ്ക്ക്. അതെ നല്ല കോമഡിയൊക്കെ പറഞ്ഞ് കൗണ്ടർ. അതെ, ഇനിയിപ്പോൾ അവര് ഈ കൊമീഡിയൻസ് അവരുടെ കഥ ഉണ്ടാക്കി പറഞ്ഞാണോന്ന് അറിയില്ല. പക്ഷെ അവർ പറയുന്നത് ഈ നമ്മൾ ഈ വിചാരിക്കുന്നതൊന്നുമല്ല ലോകത്തിന്റെ അപ്പുറത്ത് നടക്കുന്നത്. നമുക്ക് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന അല്പ അറിവുകൾ വെച്ചിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ പറയുന്നല്ലോ ഇപ്പം ഇംഗ്ലീഷുകാർ ഇന്ത്യ എന്ന് പറഞ്ഞ് കാണിച്ച മുംബൈയിലെ തെരുവുകൾ മാത്രമേ ചേരികൾ മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ സിനിമയിൽ ഇന്ത്യ അവരുടെ സിനിമകളിൽ അവർ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ പൂർണ്ണമായിട്ടുള്ളൊരു രാജ്യമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. അത് ഒരുപാട് അങ്ങനൊരു എന്താണ് പറയുന്നത് നമ്മൾ ടൈപ്പ് കാസ്റ്റ് അല്ലേ, അങ്ങനത്തെ ഒരു സ്റ്റൈലുണ്ട്. നമുക്കുണ്ട്. നമ്മൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്ന മൊത്തം ഇങ്ങനത്തെ ഒരു ഈ ഞാനിപ്പോൾ പറഞ്ഞൊരു എൻവയോൺമെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ കാണിച്ചത്. അപ്പോൾ ഇങ്ങനൊരു പാകിസ്ഥാൻ്റെ ഫേസ് നമ്മളെ കാണിച്ചത് ഈ സിനിമ വേറെ പടത്തിൽ കാണിച്ചിട്ടുണ്ടാവും. ഞാനത് പേഴ്സണലി സിനിമയിൽ നല്ലൊരു ഫേസ് കാണല്ലേ മാർട്ടിൻ്റെ കഥ നടക്കുന്നത് പാകിസ്ഥാനില്. അതൊക്കെ പിന്നെ ബഹളമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇവിടെ നടന്നാൽ എന്താ ഇത് നമ്മളിങ്ങനെ കുറച്ച് തണുപ്പൻ രീതി പറയുന്നെങ്കിലും പടം കുറച്ച് ലൗഡാണ്, കുറച്ച് ബഹളവും. ഈ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ആക്ഷൻ പടമാണേ എന്ന ലൈനിൽ കുറച്ച് സംഭവങ്ങൾ കിടക്കും, പിന്നെ തിരിച്ചു വന്നിട്ട് കുറച്ച് അതെ. ഈ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ഭയങ്കര ഒരു എക്സ്ട്രീം ആക്ഷൻ പടം, ഒരു ആക്ഷൻ സീക്വൻസ് ആഫ്റ്റർ ആക്ഷൻ സീക്വൻസ് എന്നുള്ളൊരു ലൈനിലല്ല ഈ പടം പോണത്. ഇതിലിങ്ങനെ പൊട്ടിന് പീര പോലെ അവിടെ ഇവിടെയും വരുന്നുണ്ട് സംഭവങ്ങൾ. ആ വരുന്ന ആക്ഷൻ സീക്വൻസുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവരെ എല്ലാവരും തട്ടുന്നൊരു സീക്വൻസ് ഉണ്ട്, അത് ഭയങ്കര സമയത്ത് ഫസ്റ്റ് ഹാഫിന്റെ ഒരു 2 മണിക്കൂറുണ്ട്. പക്ഷെ അത് എനിക്ക് കുറെ കൂടെ വെൽ മെയ്ഡായിട്ട് തോന്നി. ഇപ്പൊ ഇതേ ഉള്ളൂ ഫസ്റ്റ് ഹാഫ് തീരാറാകുമ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ഒന്ന് ഫോൺ നോക്കിയാണ്. അതായത് അവിടെ ഇവിടെ കുറച്ച് ഇതിങ്ങനെ പോയിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നത് ഇങ്ങനെ ഞാൻ വെച്ച് മറ്റേ ഓപ്പൻഹൈമർ പടമില്ല. അപ്പോൾ ഓപ്പൻഹൈമർ ഞാൻ ആദ്യം കാണാൻ പോയപ്പോൾ വിചാരിച്ചത് ഇവർ നേരെ ഈ ബോംബ് പൊട്ടുന്നിടത്ത് പരിപാടി നിർത്തുമെന്ന്. നേരെ അതായത് പടം ലീഡ് ചെയ്യുന്ന ബോംബ് പൊട്ടലിലേക്കാണ്. പക്ഷേ ഈ മറ്റേ പുള്ളി അതൊരു വിക്കിപീഡിയ പേജ് പോലെ പുള്ളിയുടെ ജീവിതത്തിൽ നടന്ന എല്ലാ വിഷയങ്ങളെയും ഇങ്ങനെ എടുത്ത് പടമാക്കിയേക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിചാരിച്ചു ഇതും അങ്ങനെ ആയിരിക്കും. പുള്ളിയുടെ കുറച്ചധികം ടെററിസ്റ്റ് ഇവന്റുകളൊക്കെ ഇതിലൊക്കെ കടന്നു പോയല്ലോ. ഇതെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് വെക്കുക, അങ്ങനെ ചാപ്റ്റർ ആയിട്ടാണല്ലോ. അതുപോലെ എനിക്ക് ഡൗട്ട് തോന്നി 6ാമത്തെ ചാപ്റ്റർ 2 തവണ വന്നത് ഓർമ്മയില്ല. ഞാനിങ്ങനെ ചാപ്റ്റർ 6 എന്ന് കണ്ടു, പിന്നെയും ചാപ്റ്റർ 6 എഴുതിയ പോലെ ഒരു തോന്നുന്നു. 6 തന്നെ. അപ്പൊ ഞാനിങ്ങനെ 8ാമത്തെ തോന്നുന്നു ലാസ്റ്റ് ചാപ്റ്റർ. 7-8 ലാസ്റ്റ് ചാപ്റ്റർ, ഫൈനൽ ചാപ്റ്റർ. അപ്പോൾ അത് കുറച്ചത് ഇങ്ങനെ ജമ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അതായത് ഈ പടം ഇങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഫ്ലോയിലല്ല പോകണം. അപ്പോൾ ഫ്ലോ ഇടയ്ക്ക് ആകുമ്പോൾ ഇവർക്ക് ഈ ചാപ്റ്റർ ആകുമ്പോൾ ഫ്ലോ കുഴപ്പമില്ലല്ലോ. നമ്മളൊരു പോസ് ഉണ്ട്, അതായത് ഒരു സീക്വൻസ് കഴിഞ്ഞ ഒരു പോസ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ അങ്ങനെയാണ്. അതാണ് എനിക്ക് തോന്നിയ ഒരു മേജർ പ്രശ്നം. അതാണ് ഈ നറേറ്റീവ് ഫ്ലോയുടെ ഒരു ഇതും. പിന്നുള്ളതൊക്കെ ഇങ്ങനത്തെ വലിയ
പ്രോജക്റ്റുകൾ മൗണ്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന നല്ലൊരു ഡയറക്ടറാണ് ആദിത്യ സാർ. എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു ഹിന്ദി ഡയറക്ടറാണ്. അത് ഞാനാണ് പുള്ളി ഇങ്ങനെ ഇത്രയും ഗ്യാപ്പിടാതെ അടുത്ത എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യണം. പക്ഷേ എനിക്കൊന്നും പുള്ളിക്ക് ഇനി വലിയ വലിയ പ്രോജക്റ്റുകളിലേക്ക് പുള്ളി പോകും. ഞാൻ പുള്ളിയുടെ ഇന്റർവ്യൂസ് കണ്ടില്ല. എന്താണ് ലൈൻ ഓഫ്? അതെ, പുള്ളി ഇപ്പം രണ്ടാമത്തെ പടമാണിത്. പുള്ളി അടുത്ത പടം എന്തായാലും പുള്ളിക്ക് ഡെഫിനറ്റ്ലി ഒരു വലിയ പടമായിരിക്കും പുള്ളി ചെയ്യാൻ പോകുന്നത് ഉറപ്പാണ്. കാര്യം ഇപ്പോൾ ഈ സിനിമ കൊണ്ട് ആദിത്യ സാറിന് കിട്ടുന്നൊരു ബൂസ്റ്റ് ഉണ്ട്. ഇൻഡസ്ട്രിയിൽ ഒരു ടോക്ക്, വർബനക്ക് ഒരു ബൂസ്റ്റ് എന്ന് പറയുന്ന പോലെ പുള്ളിക്ക് ഇപ്പോൾ ഒരു നല്ല ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് ചെറിയ സീക്വൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. മറ്റേ പിന്നെ ഇത് നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതായത് കുറേ നല്ല സീക്വൻസ് ഒരേ ലുക്ക് അങ്ങനെ സംഭവങ്ങൾ. അതും ഡയറക്ടറുടെയും ഷെഡ്യൂളിങ്ങിൻ്റെ ഒക്കെ ഒരു അങ്ങനെ കുറേ പരിപാടി ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട്. അതായത് അവൻ്റെ മുറിക്കകത്തിരുന്ന് ആ മേശപ്പുറത്ത് എഴുതുന്നില്ല. ഇതിന് ഒരു അകലം ഉണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റ് പോയിന്റിൽ കൊണ്ട് ഇട്ടിട്ട് അപ്പോൾ നമുക്കത് ഷൂട്ട് ചെയ്യാനും എളുപ്പമാണ്. ലൈറ്റിങ് ചേഞ്ച് ആവുന്നു, ഇവരുടെ കോസ്റ്റ്യൂം ഇവരുടെ സിറ്റുവേഷൻ ഒക്കെ ചേഞ്ച് ആവുന്നല്ലോ. ഇത് ഷൂട്ടിംഗ് വൈസ് നമുക്കത് ഏതോ ഒരു പോയിന്റിൽ ഇവനിങ്ങനെ തിരിയുമല്ലോ. അതായത് ഒരു സാധനം എഴുതിയിട്ട് ഈ ബുക്ക് അടച്ചു കഴിയുമ്പോൾ പുറത്തെ ലൈറ്റ് റെഡ് ആവും. അത് ഭയങ്കര പിന്നെ അങ്ങോട്ട് റെഡ് ആവുന്നത് മറ്റേ ഇതിനാ ഏതാ തുടങ്ങുക റഹ്മാൻ ഡെക്കിട്ട് പേര് എഴുതി വെച്ചിട്ട് അടയ്ക്കുമ്പോൾ അടയ്ക്കുമ്പോഴാണ്. എന്നിട്ട് പിന്നെ റെഡ് മാറുന്നു ത്രോട്ട് പടത്തിൽ. അത് റെഡാണ് ലൈറ്റ്. അപ്പോൾ അതായത് അത് നമുക്കിങ്ങനെ ഒരു റിവീല് പോലല്ല, അവരിങ്ങനെ സിനിമയിൽ ഈ സീൻ നമ്മൾ കുറച്ചുകൂടെ പുഷ് ചെയ്താൽ പ്രോപ്പർ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലൊക്കെ ഇട്ട് കൊഴിപ്പിക്കാം. പക്ഷെ ഇവർ അങ്ങനെയല്ല ഇതിനെ പോകുന്നത്. ഇവർക്ക് അതിനൊരു താളമുണ്ട്, അതിനാണ് പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേ ആ മീറ്റർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ മാസ് പടത്തിന്റെ മീറ്ററും നമ്മൾ ഈ പറഞ്ഞ ക്ലാസ് പടത്തിന്റെ മീറ്റർ രണ്ടിന്റെ മിഡിലാണ് ഇടയ്ക്ക് നിൽക്കുക. അപ്പൊ അത് ചിലർക്ക് ഈസി ആയിട്ട് പോയി ലാൻഡ് ചെയ്യാൻ പാടായിരിക്കും മീറ്റർ. ചിലർ കുറച്ചുകൂടെ പുഷ് ചെയ്ത് കുറച്ചുകൂടെ സിനിമാറ്റിക് ആക്കിയാൽ എന്താ ബുദ്ധിമുട്ട് എന്ന് ചിലർ ചോദിക്കാം. ചിലർക്ക് ഇത് കൊള്ളാനും നല്ല പരിപാടിയാണ്. ചില പറയുന്നത് ക്ലാസ് ആയില്ല എന്ന് പറയാം. ആ മീറ്ററിന്റെ മെയിൽ കിട്ടാത്ത ആള് നമ്മുടെ മ്യൂസിക് ബീജം ചെയ്ത ആള്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് മാസ് ബീജം ഒക്കെ ആയിരുന്നു. അല്ല എനിക്ക് പേഴ്സണലി ബീജം എനിക്ക് ആദ്യം പോലെ പുള്ളിയുടെ സോങ്സ് മൊത്തം ഭയങ്കര എനിക്ക് വർക്കായിരുന്നു. അപ്പം ഞാൻ ആദ്യം പോലെ പാട്ട് കേട്ടോണ്ടെന്ന് എനിക്കിത് പടത്ത് ചുമ്മാ കണ്ടാൽ മതി, പാട്ട് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കണ്ടാൽ മതി. എനിക്ക് എല്ലാം വർക്കായില്ല, പക്ഷെ ചിലതൊക്കെ ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മറ്റേ ട്രിഗറിലുണ്ടായിരുന്ന ഒരു മ്യൂസിക് ഇൻട്രോ സോങ് ഭയങ്കര രസമാണ്. പിന്നെ നമ്മുടെ ഇവര് മറ്റേ ക്യാമ്പിൽ ചെല്ലുമ്പോൾ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതായത് അക്ഷയ് ഖന്നയുടെ ആ ഒരു വരവ് ആ സീക്വൻസിന്റെ മ്യൂസിക് ഭയങ്കര. അതും പിന്നെ നമ്മുടെ അർജുൻ രാംപാലിന്റെ മ്യൂസിക്കാണ്. എനിക്ക് ആ സീക്വൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അർജുൻ രാംപാലിന്റെ ഇൻട്രോ സീനില്ല, ആദ്യം വന്നിട്ട് ഇവരെ മാറ്റിയിട്ട് ഇരുന്ന് ചർച്ച ചെയ്തില്ല. അപ്പൊ അത് ഇത്രയും നേരം നമ്മൾ കണ്ടോണ്ടിരുന്ന അക്ഷയ് ഖന്ന കൊടുമ്പില്ല, അതിനും മേലെ നിൽക്കുന്ന ഒരാള്. അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് പുള്ളിയുടെ ലുക്കും പുള്ളിയുടെ ചില ചിരിയും ഡയലോഗ് പറയുമ്പോൾ അറിയോ ഇയാൾക്ക് എന്തോ നല്ല പവർ ഉണ്ട്. അതിന്റെ റൈറ്റിങ്ങിൽ ഉപരി അതിന്റെ ഈ നടൻ പ്രസന്റേഷൻ ഡയറക്ഷനും ഒക്കെയാണ് കൂടുതൽ ബെറ്റർ. ഇത് റൈറ്റിംഗ് ആണ് കൂട്ടത്തിൽ ഒരു അല്പം ഇങ്ങനെ ഏറ്റക്കുറച്ചിലോട് പോകുന്നത്. പക്ഷെ നമ്മൾ ഈ ആക്ടേഴ്സിനൊക്കെ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഈ ലൈൻ ഓഫ് പെർഫോമൻസ് കുറച്ച് ലൗഡാണ്. ഇപ്പം അക്ഷയ് ഖന്ന പോലും പലയിടത്തും ഈ സ്റ്റേജിൽ കയറി പ്രസംഗിക്കത്തില്ല. അപ്പം നമുക്കറിയാം ഈ പ്രസംഗിക്കുന്ന പരിപാടികളൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില ഡയലോഗുകൾ പറയുന്ന മോഡുലേഷനും റെസ്പോൺസ് ഒക്കെ ആദ്യമായിട്ട് അത് അപ്പം അതൊക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിയുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുണ്ടൊക്കെ വിറപ്പിക്കും. ചില ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ വിറപ്പിക്കും. അത് പുള്ളിയുടെ ഫസ്റ്റ് പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ നല്ല രസമായിരുന്നു. അതെ, വിഗ് അത് നല്ല രസമായിട്ടാണ് പുള്ളി ചെയ്തിരുന്നത്. ഞാനത് കാരണം എനിക്ക് പേഴ്സണലി പുള്ളി നടന്നിരുന്ന ഷോട്ടാണ്. ഈ പുള്ളി നടന്നിരുന്ന ഷോട്ടിൻ്റെ കാര്യം പറയാൻ നമ്മൾ ഈ പറഞ്ഞ മെയിൻ ഒരു സോങ് ഉണ്ട്, സോങ് അല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതായത് ഈ മറ്റേ ഗണ്ണ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അവിടെയൊക്കെയാണ് ഈ പറയുന്ന പോലെ നമ്മൾ സാധാരണ പാകിസ്ഥാനിൽ കാണിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ടുകളല്ല. അതെ സ്ഥിരം പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ഒരു ടോൺ ഉണ്ടല്ലോ, അതൊന്നും പിടിക്കാതെ കുറെ കൂടെ ഒരു റോക്ക്. അതെ റോക്കാണോ? റോക്കല്ല കുറെ കൂടെ ഇലക്ട്രോണിക് സാധനങ്ങൾ സൗണ്ട് വൈസ് ഭയങ്കര. അതും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വർക്കാവത്തില്ല. കാരണം പടത്തിന്റെ ടോൺ അല്ല മ്യൂസിക് വരുമ്പോൾ. മ്യൂസിക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് അത് ഇപ്പൊ കുറച്ചു പേർക്ക് കുറെ പേരുടെ ഇതിനകത്ത് ഒരു മ്യൂസിക്കിനെ ഭയങ്കര പ്രൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ സിനിമയുടെ ടോണിനൊക്കെ അപ്പുറത്തേക്കും മ്യൂസിക് കൊള്ളാം അങ്ങനെ. അതായത് ഈ പടത്തിന്റെ ടോൺ അല്ല മ്യൂസിക് മോശമല്ല, കിടില മ്യൂസിക്, പക്ഷെ അത് ഈ പടത്തിലാണ് വരുന്നത് എന്നുള്ള. അപ്പോൾ അത് ചില ഏരിയാസിൽ അത് പടത്തിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഈ ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുമ്പോഴത്തേക്ക് പല സീനുകളിലും മ്യൂസിക് ഓവർ പ്രൊഡ്യൂസ്ഡ് ആണ്. എനിക്കങ്ങനെ തോന്നി. അതായത് മറ്റേ ചില സീൻ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ സീനിന് അത്ര ഇമ്പാക്റ്റ് ഇല്ല, പക്ഷെ മ്യൂസിക് അങ്ങ് കത്തിച്ചുകൊണ്ടിരിക്കുക പുള്ളി.
ചില പടത്തിൽ തമിഴ് ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില സീനുകളിൽ നമുക്ക് ഒരുപാട് കട്ടോ അല്ലെങ്കിൽ ആ മ്യൂസിക്കിനനുസരിച്ചിട്ട് ക്യാമറ മൂവ്മെന്റ്സോ ഒന്നുമില്ല, അങ്ങനെ ബിൽഡപ്സോ ആ ബിൽഡപ്പ് ഷോട്ട്സുകളോ ഒന്നും ഇല്ലാത്ത ചില സീനുകളുണ്ട്. അതായത് നമ്മൾ യൂഷ്വലി ഇന്റർനാഷണൽ പടങ്ങൾ കാണുന്ന പോലത്തെ ഷോർട്ട് ഡിവിഷൻസ് ആണ് കൂടുതൽ. അപ്പോൾ അതിൽ നമ്മൾ ഈ മ്യൂസിക് ആഡ് ചെയ്യുമ്പം നമുക്ക് ഇത് വിഷ്വലി നമുക്ക് അത്രയും എഡിറ്റ്സോ അത്രയും കട്ട്സോ പരിപാടികളോ ഇല്ല എന്നുള്ളൊരു ഫീൽ വരുന്ന സംഭവമാണ്. അത് മ്യൂസിക്കിന്റെ എനർജി എല്ലാവർക്കും, പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീക്വൻസ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലൈമാക്സിൽ ആക്ച്വലി എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. ഞാൻ ട്രെയിലറിലെ ദുരന്തന്റെ ടൈറ്റിൽ ട്രാക്ക് കേട്ടില്ല ഞാൻ ട്രെയിലറിലെ മ്യൂസിക് പിന്നെ ഒന്നും ഹനുമാൻ കൈൻഡിന്റെ മറ്റേ ആ ക്ലൈമാക്സ് ആ കാലിൽ അത് കേട്ടില്ലേ? അത് ആക്ച്വലി ഈ പടം ഇറങ്ങുന്നതിന് കുറെ നാൾ മുമ്പേ റിലീസായ സാധനം. ആക്ച്വലി അത് സീക്വൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ വിചാരിച്ചു അങ്ങനെ, അതായത് നമ്മൾ ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോഴത്തേക്കും ഭയങ്കര ബൊംബാസ്റ്റിക് സീക്വൻസിൽ കൊണ്ട് എൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ കാറിനകത്ത് കാർ ഓടിച്ചോണ്ടുള്ള ഫൈറ്റ് അപ്പം മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് രസമാണ്. ദുരന്തന്റെ ടൈറ്റിൽ ട്രാക്കാണ്. ഓക്കെ, അത് രസമുണ്ട്. ആ സീക്വൻസും ആ കാർ ഡ്രൈവ് മൊത്തം രസമാണ്. ആ വണ്ടി കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആള് തെറിച്ചു പോയി മറ്റേ പോസ്റ്റിൽ വന്ന് തല ഇടിച്ച് തല മുറിഞ്ഞു പോകും. അതാ ഞാൻ പറഞ്ഞ തുടക്കം, മറ്റേ സ്ലോ മോഷൻ ചെയ്ത് അതെ തല മുറിഞ്ഞു പോകുന്ന സീൻ. അത് ഭയങ്കര ക്ലോസ് അപ്പ് ക്യാമറ, അങ്ങനെ ദൂരെ ഇങ്ങനെ തല അങ്ങനെയല്ല. അത് നമ്മള് ആള് തെറിച്ചു പോകുന്ന നമുക്കറിയാം, പക്ഷെ അത് ഇങ്ങനെ സംഭവം അറിയില്ല. അത് ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അച്ഛനെ തലക്കടിച്ച് പോയില്ലല്ലോ മാർക്കറ്റ് വെച്ച് അത്. പിന്നെ അതുപോലെ തന്നെ അപ്പം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആക്ഷനൊക്കെ രസകരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് ഈ പടത്തിൻ്റെ സ്ട്രെങ്ത്. പിന്നെ ഈ കണക്ഷൻസ് മറ്റേ ഒറിജിനൽ ഇവൻസിനെ കണക്ട് ചെയ്യുന്നത്. അതെ ഒറിജിനൽ ഇവൻസിനെ കണക്ട് ചെയ്യുന്ന അതൊക്കെ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ഈ ചില ഡയറക്ടോറിയൽ സംഭവങ്ങളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഈ 80കളിലെ കുറേ മ്യൂസിക് എടുത്തവര് നല്ല പരിചയമുള്ള കുറേ പാട്ടുകൾ ഹവായുണ്ട്. പിന്നെ മറ്റേ മോണിക്ക ഓ മൈ ഡാർലിംഗ്. അപ്പൊ ഇതിന്റെ എല്ലാം മിക്സ്. അത് ആക്ച്വലി ഈ സച്ദേവ് എന്നാണ് മ്യൂസിക് ഡയറക്ടറുടെ പേര്. പുള്ളിയാണ് ഉറിയിലും മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്, അതും ഈ പറഞ്ഞാൽ അതിനകത്ത് ഫിൽത്ത് മൊണ്ടാഷാണ് മൊത്തത്തിൽ. അപ്പോൾ ആ ട്രാക്കൊക്കെ നമുക്ക് തോന്നും അത് കുഴപ്പമില്ല, അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ടൈമാണ്. പക്ഷേ നമ്മൾ പടത്തിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മൾ പോകും ഇതൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് വിടാമല്ലോ. പക്ഷേ ഓൾറെഡി അവരുടെ റൊമാൻറ്റിക് സീക്വൻസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ എനിക്ക് അവരെ എപ്പോൾ സ്ക്രീനിൽ കണ്ടാലും ചേട്ടനും അനിയത്തിയും കൂടെ ഇത് എന്നോട് അജിത്തിനെ കണ്ടുകൊണ്ടിട്ട് ചേട്ടാ ഇത് എന്തോ ഒരു പ്രശ്നമില്ല ചേട്ടാ ഇവർ തമ്മിൽ നിൽക്കുന്നത് വർക്കാവുന്നില്ല. അങ്ങനത്തെ പെങ്കൊച്ചാളിൽ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവന് നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കെമിസ്ട്രി. പക്ഷെ അത് എനിക്ക് മനസ്സിലായത് എനിക്ക് തോന്നുന്നു ഈ ഓഫ് സ്ക്രീൻ ലൈനിൽ എനിക്കിപ്പോൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് തുടക്കം ആദ്യം ഇവർ രണ്ടുപേരെയും കാണിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഓഫ് സ്ക്രീൻ റേഷ്യോ ഒന്നും ഇല്ല. അല്ല എനിക്ക് സംഭവം ഓഫ് സ്ക്രീൻ റേഷ്യോ നമുക്കിപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര വ്യത്യാസം അറിയാം. നമുക്ക് ആദ്യം പോലെ ഇങ്ങനൊരു ട്രെയിലർ കണ്ടാൽ പോലെ ഇത് ചേരുന്നില്ല എന്നൊരു ഫീൽ ഉണ്ട്. പക്ഷേ എനിക്ക് പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കതൊരു കാര്യമല്ലായിരുന്നു. എനിക്ക് പിന്നീട് അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നില്ല, അവർ അങ്ങ് പൊക്കോട്ടെ. അല്ല എനിക്ക് തോന്നി കുറച്ചധികം പോളിഷ് ഉണ്ടായിപ്പോയി അതിന്. ഇപ്പം മറ്റേ ഇവരുടെ കുറേ സെറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ തോക്കുണ്ടാക്കുന്ന സ്ഥലം, കുറേ പണം ഉണ്ടാക്കും, ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ഒരു റിയൽ ലൊക്കേഷൻ പോലെ തോന്നും. പക്ഷേ പെങ്കൊച്ചിൻ്റെ മേക്കപ്പ് കാരണമാണോ തോന്നില്ല, കുറച്ചധികം പോളിഷ്ഡ് ലുക്കാണ്. അവൾ ആക്ച്വലി മേക്കപ്പ് എന്നത് നമ്മുടെ ക്യാരക്ടർ ആക്ച്വലി അത്രയും റിച്ച് ആയിട്ടുള്ള ഒരാളെന്നുള്ള ലൈനാണല്ലോ. അതെ. അപ്പോൾ ഞാൻ പറയുന്നത് ആ സീക്വൻസിന് ഭയങ്കര പോളിഷ് ആയതുകൊണ്ട് അപ്പോൾ അവിടെ ഇവിടെ നാച്ചുറലായിട്ട് റെഡ്വീർ സിംഗ് നിൽപ്പില്ലേ. അപ്പോൾ എന്തോ അങ്ങനെ എനിക്ക് മറ്റേ പുള്ളിയുടെ ഇൻട്രോ തന്നെ പുള്ളി ആദ്യം വന്നിട്ട് അവിടെ ഒരു ചായക്കടയിൽ ജ്യൂസ് കടയിൽ ദൂത് സോഡ അടിക്കാൻ നിൽക്കും. ഞാനവിടെ നിന്ന് പുള്ളി ഒരു ജ്യൂസ് അടിച്ചെടുത്ത് പരിപാടിയിൽ മറ്റേ ആവേശത്തിൽ സ്ഥാനം രംഗണം നിന്നടിക്കുകയാണ് എന്ത് ജ്യൂസ് എന്ന് പറയുന്നത്. പുള്ളി ഒരു വർഷം ഒരു കടയിൽ നിന്ന് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുക. ഒരു വർഷത്തിന് ശേഷമാണ് പുള്ളിക്ക് ആദ്യത്തെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടി, റഹ്മാൻ ടക്കേറ്റിൻ്റെ ഗ്യാങ്ങിലേക്ക് എൻട്രി കിട്ടുന്നു. അതൊക്കെ ഭയങ്കര കോമഡിയാണ്. മറ്റേ ബോർഡൊക്കെ വെക്കുന്നത് അത് രണ്ടുപേരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ചോറിൻ്റെ സീക്വൻസ് ഇല്ലേ, എനിക്ക് തോന്നുന്ന ഈ പടത്തിൽ കുറേ കൂടെ അങ്ങനെ ഒരു ഹ്യൂമൻ, അതായത് ഇതൊരു മനുഷ്യൻ്റെ കഥയാണ്, ഇങ്ങനെ ഈ പറയുന്ന പോലെ ഒരുപാട് സൂപ്പർ ഹ്യൂമൻ എന്നുള്ള ലൈനിൽ കുറേ കൂടെ ഹ്യൂമൻ സൈഡുള്ള സീൻസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ പടം ഒരല്പം കൂടെ ഇമോഷണലി ഗ്രൗണ്ടഡ് ആയാലും തോന്നും. എനിക്ക് ബാക്കി എല്ലാവർക്കും അങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ സർഫസ് ലെവലിൽ കണ്ടുവിടാമല്ലോ, നല്ല വെൽ മെയ്ഡ് ഒരു സർഫസ് ലെവൽ പടം. ചിലർക്ക് ആ ചോറ് സീനൊക്കെ കാണുമ്പോൾ എന്തിനാണ് വെച്ചിരിക്കുന്നത്, അതെ ചിലർക്ക് അതായിരിക്കും ഏറ്റവും നെഗറ്റീവ്, ഭയങ്കര വാലിറ്റിലാണ് എന്തിനാണ് ചോറ് തന്നെ ഡ്രാമ എന്തിനാ ആവശ്യമില്ല, മറ്റേ അടി ഇടി വെടി അത് മതി. അതെ ഞാൻ പറഞ്ഞ. അപ്പം വേറൊരു സാധനം ഉണ്ടായിരുന്നു, ഇവർ രണ്ടും കൂടെ എൻ്റെ ഗ്രാമത്തിലെ ചായ പോലെ തന്നെയാണ് ഇവിടെ. അതായത് ആളുകൾ തമ്മിൽ നംകീൻ ചായ. അപ്പൊ ആളുകൾ തമ്മിൽ, അതായത് ഞാൻ ഇന്ത്യയിൽ എന്റെ ഗ്രാമത്തിൽ കുടിച്ച് അതേ ചായ തന്നെയാണ് ഇവിടെയും കുടിക്കുന്നത്. ഇവിടെ ചായ കുടിക്കുമ്പോൾ എനിക്ക് ഗ്രാമം ഓർമ്മ വരും. ഏതാ നിങ്ങളുടെ ഗ്രാമം എന്ന് ചോദിക്കുന്നത്, ഏതാ നാട്, മുസ്ലിംപട്ടി അല്ലല്ലോ. അപ്പൊ
അങ്ങനെയുള്ള കുറച്ച് സീക്വൻസ് അതിനകത്ത് അധികം ഡ്രാമ ഇല്ല. ഈ പ്രത്യേകിച്ച് ഈ സീൻ, ഈ നംകീൻ ചായ സീക്വൻസിനകത്ത് ഒരുപാട് ഡ്രാമ ഇല്ല. പിന്നെ ആ ക്യാരക്ടറും എനിക്ക് തോന്നി നമ്മൾ പല പടങ്ങളിലും അങ്ങനെ ഒരു ക്യാരക്ടറെ കണ്ടിട്ടുണ്ട്, ഇവൻ അവിടെ ചെല്ലുമ്പോൾ സഹായിക്കുന്നതിന്. പക്ഷെ ആ ക്യാരക്ടറിന് ഇതിനകത്ത് പ്രതീക്ഷ അത്രൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായില്ല. അതൊരു പുള്ളി ഉണ്ട് ഉണ്ട് വരും പടത്തിൽ എന്തെങ്കിലും സംഭവം. എനിക്ക് സാറാ അർജുൻ്റെ ക്യാരക്ടറിനെ എനിക്ക് അറിയാം. ഇവരുടെ പുറത്തെ സ്റ്റോറി വെച്ചിട്ട് ഇവക്ക് സ്വാഭാവികമായിട്ട് ഇവന്റെ ഐഡന്റിറ്റി അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത പാർട്ടിൽ എന്തായിരിക്കും അത്, ആ ക്യാരക്ടർ സ്ഥിരം ഒരു നായികയെ പോലെ നിന്ന് പോവും. അവന്റെ ലിസ്റ്റിനകത്ത് അവളുടെ അച്ഛനുണ്ടെന്നോ അപ്പൊ ചിലപ്പം സ്വാഭാവികമായിട്ട് അത് തിരിയാം. എന്ത് സംഭവിക്കാനകത്ത് തിരിയാ, അല്ലെങ്കിൽ അതായത് സിനിമാറ്റിക് ലെവലിൽ തിരിയാം. ശരിക്കുള്ള ആളുടെ കഥ എടുത്ത് വെച്ചാൽ കംപ്ലീറ്റ് അറിയായിരിക്കും. അതിനകത്തില്ലെന്നോ ലവ് സ്റ്റോറി ഇല്ല. അങ്ങനെ ഒരുപാട് എലമെന്റ് ഇവർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. അതുപോലെ ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു ന്യൂസ് ആങ്കർ ഒന്ന് ന്യൂസ് പറയത്തില്ലേ, എനിക്ക് അവൻ്റെ സീൻ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിരി വന്നായിരുന്നു. പുള്ളിയെ ഇങ്ങനെ സംഭവിച്ചു എന്നല്ല പറയുന്നത്, ഈ ഡക്കയത്ത് ഗ്യാങ്ങിന് എന്താ സംഭവിച്ചത്, എന്തുകൊണ്ട് അവർ തിരിച്ചടിക്കുന്നില്ല, അയാൾ മരിച്ചു, അങ്ങനെ കുറച്ച് എരിവ് കൂട്ടുന്ന ന്യൂസുകാരെ പോലെ തോന്നിയായിരുന്നു. മറ്റേ അങ്ങനെയുള്ള തുടക്കം അക്ഷയ് ഖന്നയുടെ ക്യാരക്ടർ മകൻ മരിച്ചേണ്ട് വെറുതെ ഇരിക്കുക, ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുക. എല്ലാവരും ചോദിക്കും നമ്മൾ എന്ത് ചെയ്യണം, എന്ത് സ്ഥാനത്ത് നീ ആയിരുന്നു. അതെ, തീരുമാനങ്ങളൊക്കെ എടുത്ത് ന്യൂസ് കണ്ട ഇത് ഇവൻ തന്നെ വന്നിരുന്നിട്ട്. അതെ, ന്യൂസില് പുള്ളിനെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ എന്താ ഒന്നും ചെയ്യാത്തത്, മകനെ കൊന്നിട്ട് എന്താ ഇങ്ങനെ തിരിച്ചൊന്നും പഠിക്കാത്തത്, പുള്ളി എവിടെ പോയി, ഇലക്ഷൻ കാരണം പുള്ളി വീട്ടിൽ ഒളിച്ചിരിക്കണമെന്ന് ആസപ്പുള്ള. അതായത് നമ്മുടെ പഴയ ഇവിടെ നേരത്തെ പോലെ പടങ്ങളിലൊരു സാധനമുണ്ട്. അതായത് വില്ലനൊരു നായകനെ എതിർക്കാൻ പറ്റത്തില്ല. നായകൻ വില്ലൻ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നായകൻ വില്ലനായിട്ട് നമ്മളുള്ള അടിക്കാൻ വേണ്ടി ക്ലൈമാക്സിൽ വെയിറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഇലക്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ഒരുപാട് പടത്തിൽ, എസ്പെഷ്യലി തമിഴ് തെലുങ്ക് പടത്തിലൊക്കെ സ്ഥിരം കാണുന്ന സാധനമാണ് ഇലക്ഷൻ വെറുതെ അടങ്ങിയിരിക്കുക, അടുത്ത അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ തീർക്കാം എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ അത് ഇവിടെ ഉണ്ട്. അത് ആ സാധനം എവിടെ അടിച്ചിട്ടുണ്ട്, ഇലക്ഷൻ മുടിയിട്ടു ആ സാധനം അത് അതായത് സ്റ്റോറി ഇതിപ്പോ ഇതിനെക്കുറിച്ച് ഇത് ശരിക്കുള്ളതാണ്. ഈ എലമെന്റ് ഒക്കെ മാറ്റി വെച്ച് ഈ സ്റ്റോറി കാണുമ്പോഴാണ് ഇത് എന്ത് പുതുമയുള്ളത്, നമ്മള് സ്ഥിരം കണ്ടൊരു കഥ ഇത് പാകിസ്ഥാനിൽ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ബീറ്റ്സിലൊക്കെ ഈ കഥ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന പൊളിറ്റീഷ്യനായിട്ട് അഭിനയിച്ച ആളും ഭയങ്കര രസമുണ്ടായിരുന്നു. പുള്ളിയെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇല്ല, ഞാനും അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. സഞ്ജയ് ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക്. സഞ്ജയത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോശം ആക്ടിങ് അല്ല, ബട്ട് ഈ പറയുന്ന പോലെ നമ്മള് ഈ പടത്തിന്റെ മീറ്ററിൽ നിന്ന് പുള്ളി കുറച്ചുകൂടെ മാറിയിരിക്കും, അങ്ങനത്തെ സംഭവം. സഞ്ജയ് 23 എന്ന് പറയുന്ന പോലെ അതേപോലത്തെ 23ാമത്തെ കഥാപാത്രം. അതെ, അങ്ങനെ അതുകൊണ്ട് എനിക്കത് ട്രെയിലർ മുതൽ എനിക്ക് പുള്ളിയുടെ ആ ഒരു സീനിലൊക്കെ കുറച്ച് ഇത് തോന്നിയത്. അത് ഇത് ഡയലോഗൊക്കെ പറയുന്നത് ഭയങ്കര അതേ സാധനം, ടെംപ്ലേറ്റ് ഡയലോഗ് ഡെലിവറി ലൈനാണ്. കുറച്ചുകൂടെ നമ്മൾ സാധാരണ രീതി സംസാരിക്കുമല്ലോ, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ സംസാരിക്കുന്നത് അവിടെ ഒന്ന് കഥയൊക്കെ പറയുന്നത് അത് സംഭവം കൊള്ളാം. പക്ഷേ അത് നമ്മൾ അത് ആ പടത്തിന്റെ മൂഡിനനുസരിച്ച് ചേഞ്ച് ആവണം അല്ലേ. അപ്പോൾ ഈ പടത്തിന് അതിന്റെ ആവശ്യമില്ല. ഇത് കുറച്ചുകൂടി ഒരു എവിടെയോ റീൽസ് ഉണ്ട് ഈ പടത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് അക്ഷയ് ഖന്ന പോലും ഈ വർഷത്തെ 2ാമത്തെ വില്ലനാണ്. പക്ഷെ അത് ഭയങ്കര വ്യത്യസ്തമാണ്, നമുക്ക് കണ്ടോണ്ടിരിക്കാൻ രസമാണ്. വില്ലൻ എന്ന് പറയുമ്പോൾ പുള്ളി സകല നേരം ഓടി വന്നിട്ട് എന്ന് പറഞ്ഞാൽ അല്ലറി വിളിച്ച് വന്ന് പൊളിക്കുന്ന പരിപാടിയൊന്നുമല്ല. പുള്ളിക്ക് ഫാമിലി ഉണ്ട്, പുള്ളിക്ക് ഇത് ആഘോഷിക്കണം, എല്ലാം ചെയ്യണം അല്ലേ. അതെ, ഒരു പുള്ളി ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ സിറ്റുവേഷൻസ് റിയാക്ട് ചെയ്യും. പിന്നെ ഫുൾ ടൈം എനിക്ക് ഞാൻ വില്ലൻ മീശയൊക്കെ പിടിച്ച് നിൽക്കുന്ന വില്ലനല്ല, വേറൊന്നുമില്ല, അല്ല വേറൊരു ട്രേറ്റും ഇല്ല, ഞാൻ വില്ലൻ അങ്ങനെ മാത്രമല്ലാതെ പുള്ളിയുടെ സാഹചര്യവും എല്ലാം നമുക്ക് മനസ്സിലാവും. അതായത് ചെയ്യുന്നതൊക്കെ പോകത്തിലാണ്. യൂഷ്വലി നമ്മൾ കാണും വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഇവൻ വില്ലൻ, ആദ്യം വരെ അവസാനം വരെ എല്ലാ സീനിലും വില്ലൻ, അങ്ങനെ അല്ലാതെ പുള്ളി മാർവൽ സിനിമകളിലെ വില്ലൻ പോലെ എനിക്ക് ലോകം അവസാനിപ്പിക്കും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്കിഷ്ടമല്ല. അജ്മൽ കസവിനെ കാണിച്ചപ്പോൾ ഞാൻ പെട്ടെന്നൊരു കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നേ. ഇത് അതായത് ആ ലൈൻ നല്ല സാധനമായിരുന്നു. അത് ബട്ടർഫ്ലൈ എഫക്റ്റ് ആ ചാപ്റ്ററിന്റെ പേര്. അതായത് നമ്മൾ ആ സ്റ്റോറിയിൽ എനിക്കൊന്ന് ഒരു 2-3 പടം വന്നിട്ടുണ്ടല്ലോ ആ ഇൻസിഡന്റിനെ ബേസ്. പക്ഷെ ആ ഇൻസിഡന്റ് കാണിക്കാതെ നമ്മൾ അതിന്റെ ഈ ക്യാരക്ടർ, അതായത് ഇപ്പൊ ഇവിടുന്ന് പോയി അവിടെ ഉള്ള ആ ആള് അദ്ദേഹമാണ് ഈ ക്യാരക്ടർ പടത്തിൽ ദുരന്തറിന്റെ സ്റ്റോറിയിൽ ഒരു എലമെന്റ് മാത്രമാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അത് ഈ സിനിമയിൽ അതിനെ അവതരിപ്പിക്കുന്നത് ഈ ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ ആണ് AK-47 എടുത്ത് ഈ അജ്മൽ കൊടുത്തതെന്നുള്ളത്. അപ്പൊ അത് ഇവർ ഇൻഫോം ചെയ്തിട്ടും ഇവർ ഡേറ്റ് മാറ്റി ഈ സംഭവം നടക്കുകയും അത് ഇവരുടെ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയും ചെയ്തത്. അപ്പൊ അതാണ് അവന്റെ ട്രിഗർ പോയിന്റ്. ആ ഇൻസിഡന്റിന് ശേഷമാണ് പുള്ളി ഈ പേരെല്ലാം എഴുതി വെച്ച് പണിയെടുക്കാൻ തയ്യാറാണ്. മറ്റേ കുറേ അതായത് ഈ 500,000 നോട്ട്, ഇങ്ങനെ കുറേ സൈഡ് സ്റ്റോറീസ്
ഈ സംഭവമാണെങ്കിലും തുടക്കം തൊട്ട് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഈ പുള്ളിയായിട്ടാണല്ലോ പറയുന്നത്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ കിട്ടി, പക്ഷേ ലൊക്കേഷൻ ചേഞ്ച് അങ്ങനെ കാരണം അവർ സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ അത് ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും മറ്റേ എനിക്ക് അതുകൊണ്ടാണ് മറ്റേ പടമായിട്ട് ഞാൻ കമ്പയർ ചെയ്തത്. നമ്മുടെ വിക്കി കൗശലിന്റെ ഉറി അല്ല സർദാർ ഉദ്ധമ. അത് ഈ പറയുന്ന പോലെ നമ്മൾ ഈ അതിന് വേറൊരു സൈഡിൽ എന്താ സംഭവിച്ചെന്നുള്ള, അപ്പം വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ കഥ പറയുക എന്നുള്ള സാധനമുള്ളൂ. അപ്പം അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ നമ്മുടെ ഇവിടെ ഉള്ള പല കഥകളും നമ്മൾ ആ കഥ വായിക്കുമ്പം ഏത് പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ കഥ പറയുന്ന ആദ്യം തോന്നും. അതല്ലാതെ അതെ, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു പെർസ്പെക്റ്റീവ്, നമ്മളധികം കാണാത്തൊരു ഒരു പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഇൻസിഡൻസ് ഉണ്ട്. ഈ ഗൺ ഫൈറ്റിൻ്റെ കാര്യം ഞാൻ ആക്ച്വലി നമ്മളന്ന് ഈ ആക്ഷൻ ജേവിയായിട്ടൊരു എപ്പിസോഡ് ചെയ്തല്ലേ, അപ്പോൾ ആക്ഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ ഉറിയുടെ ആക്ഷനെ കുറിച്ച് കുറച്ചധികം വാദോരാതെ, അപ്പം അതിനെ ജസ്റ്റിഫൈ ചെയ്യത്തൊക്കെ കുറച്ച് ആക്ഷൻ ഇതിനകത്ത് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഭയങ്കര വീക്കായിട്ട് തോന്നുന്നത് ഗൺ ഫൈറ്റുകളായിരുന്നു. അതിപ്പോൾ ക്ലൈമാക്സ് സീക്വൻസ് ആണെങ്കിലും ഗൺ ഫൈറ്റുകൾ ഭയങ്കര വീക്ക്ലി കൊറിയോഗ്രാഫ്ഡ് ആയിട്ട് തോന്നിയായിരുന്നു. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ വെടിവെക്കാൻ, അതൊക്കെ എല്ലാവരും ചുമ്മാ വെടിയിട്ട് പലരും ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക തോക്കിന്, പക്ഷേ എന്നിട്ട് ഇങ്ങനെ ഞെക്കുന്നുണ്ട്. ഗൺ ഫയർ ചെയ്യുന്നത് അങ്ങനെയല്ല. പക്ഷെ അതെന്തുകൊണ്ട് അവിടെ വീക്കായെന്ന് ഇപ്പം അതിഥിധാർ തന്നെ ഈ സീക്വൻസ് ഞാൻ ഡയറക്റ്റ് ചെയ്യാം, അസോസിയേറ്റ് നീ പോയി ഈ സീൻ ഡയറക്റ്റ് ചെയ്തെന്ന് പറയുന്നൊരു ഫീൽ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ട്. നമ്മൾ ഒരു മോശം സീൻ വന്നാൽ അത് അസോസിയേറ്റ് അല്ല അസിസ്റ്റന്റ് ഡയറക്റ്റ് ചെയ്യാന്ന് പറയാം. അല്ലേ എടാ ഇത് ഞാൻ ഡയറക്റ്റ് ചെയ്ത് നന്നായി ഡയറക്റ്റ് ചെയ്യടാ എന്ന് പറയുന്നതല്ലേ. അല്ല ഞാൻ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് അത്രയല്ല. അതായത് ഇത് ഇത്ര നന്നായിട്ട് ചെയ്യാവുന്ന ഡയറക്ടർക്ക് ഈ ഏരിയ എന്തുകൊണ്ട് അതെ എന്താണ് ഇവിടെ പറ്റിയത് എന്നുള്ളൊരു സംശയം തോന്നുന്ന രീതിയിലുള്ള കുറച്ച് മോശം ആക്ഷൻ സീനുകളുണ്ട്. അത് കുറച്ച് പ്രധാന സീക്വൻസുകളിലോ ഈ പറയുന്ന പോലെ മെയിൻ ആക്ടേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള സീക്വൻസിൽ കുറച്ച് മോശം ആക്ഷൻ കൊറിയോഗ്രാഫിയും പരിപാടികളൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ. പിന്നെ ഈ ക്ലൈമാക്സിൽ മറ്റേ ഉറിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന പോലെ ഇത് പുതിയ ഇന്ത്യയാണ്, അത് ശരിക്കും അജിത് പോലെ ആ ഡയലോഗ് തന്നെ ഉണ്ടല്ലോ. ആ ഡയലോഗ് മറ്റേതിലുണ്ട്, ഇതിനകത്തുണ്ട് പുതിയ ഇന്ത്യ. ഇത് നമ്മൾ അങ്ങോട്ട് അങ്ങനെ കുറെ ഇതുണ്ട് ഹിന്ദി ഹിന്ദി ഞങ്ങൾക്ക് അത്ര പിടുത്തമില്ല, എന്നാലും അറിയാതെ സംഭവം പിടികിട്ടി. അതെ അതെ, സംഭവം അടിയൊന്നും നിനക്ക് മനസ്സിലായില്ലടാ, നിങ്ങളൊക്കെ പണ്ടം പറയടാ ഇത് മനസ്സിലാക്കണേ. മറ്റേ ഹിന്ദി ക്ലാസ്സിൽ ഞങ്ങൾ ഇരുന്നില്ല, അത് ആബ്സെന്റ് ആണ്. അപ്പൊ ആ ലൈൻ ചിന്തിക്കുന്ന ഒരാളാണ് അതിഥിധാർ എന്ന് തോന്നുന്നു. പുള്ളിയുടെ എല്ലാ കഥകളിലും ഈ സാധനമുണ്ട്. അതെ, ഇതൊക്കെ വായിച്ചിങ്ങനെ ബേസിക്കലി രാജ്യസ്നേഹം നമുക്ക് മറ്റേ പടം കാണുമ്പോൾ മറ്റേ രാജ്യസ്നേഹം ഈ എല്ലാവർക്കും കിട്ടുന്ന പടമാണ്. പക്ഷേ ലൗഡല്ല, കുറെ കൂടെ വെൽ ഇന്റഗ്രേറ്റഡ് രാജ്യസ്നേഹമാണ്. ജിങ്കോയിസം അല്ലേ, ജിങ്കോയിസം ലൈൻ രാജ്യസ്നേഹം ആയിട്ട് തോന്നത്തില്ല, എന്നാലും കുറച്ച് രാജ്യസ്നേഹമാണ്. പക്ഷെ നമുക്കത് ഒരിക്കലും മറ്റേ നമ്മൾ ഫോഴ്സ് ചെയ്തില്ല. നമ്മളോട് ഇങ്ങനെ എല്ലാവരും മറ്റേ അത് കുറേ പടത്തിൽ നമ്മൾ കണ്ടതാണ്, ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് മറ്റേ അല്ല ഇത് ചെയ്യുന്ന അങ്ങനത്തെ അല്ല. ഇത് കുറച്ച് ഡീസെന്റ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കും. സിനിമാറ്റിക്കലി എന്തുമാത്രം പുഷ് ചെയ്ത അരോചകമാവത്തില്ല, അത്രയും പുഷ് ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ അങ്ങനെയാണ് ദുരന്തറിനെ പറ്റി നമുക്ക് തോന്നിയ കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പടം കണ്ടവർ പടം കണ്ടിട്ട് ഈ വീഡിയോ മുഴുവൻ ഇവിടം വരെ എത്തുന്നവർ മറ്റേ പരിപാടി നിന്ന് പോയാലും മറ്റേ 820 ഇടയ്ക്ക് നമ്മൾ നമ്പറൊക്കെ പറയാം. എന്താ നിങ്ങൾ പറയാം, നമ്പർ പറ ഇടയ്ക്ക് 820. അല്ല, അപ്പോൾ ഈ വീഡിയോ കണ്ടു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആ നമ്പർ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എത്ര പേര് വീഡിയോ കണ്ടിട്ടുണ്ട്. ഓടിച്ച് ലാസ്റ്റ് 820 കാര്യം പറഞ്ഞു. അതെന്താ ലാസ്റ്റ് 820 പറഞ്ഞത്? അതെ, അപ്പോൾ നമുക്ക് ദുരന്തറിനെ പറ്റി ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് പടം കാണുമ്പോഴാണ് നമ്മൾ ഞാൻ പേഴ്സണലി ഈ കഥ അറിയുന്നത്. ഇനിയിപ്പം പുള്ളിയുടെ കഥയൊന്ന് വായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിതിൻ്റെ കഥ കുറച്ചൊരു ഒരു റൗണ്ട് കേട്ടായിരുന്നു ഞാനിത്. സോ അപ്പം നിങ്ങൾക്ക് എന്താണ് പടം കണ്ടതിൽ തോന്നിയതെന്നും അതുപോലെ നമ്മുടെ വീഡിയോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോയതോ മണ്ടത്തരങ്ങളെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. പുള്ളിയുടെ കേസ് കൊടുത്തേക്കല്ലോ എന്തോ. അതെ, ആ കേസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന് ഒന്നും കാര്യമില്ല. കാരണം ഓൾറെഡി ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് പറഞ്ഞു ഇത് പുള്ളിയുടെ കഥയല്ല. ആക്ച്വലി സിനിമയിൽ എല്ലാവരുടെയും പേര് മാറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇവർ ആ കഥകൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ചധികം ഫിക്ഷണൽ എലമെന്റുകൾ ആഡ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. സിനിമാറ്റിക് ആക്കിയിരിക്കണം. ദുരന്തം എന്തായാലും ദുരന്തമായില്ല. അല്ലല്ല, ഒരിക്കലും ഒരിക്കലും ദുരന്തമല്ല. ഇതൊരു ഭയങ്കര എൻജോയബിൾ വാച്ച്, ഇൻട്രസ്റ്റിംഗ് ആണ്. തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്ന സിനിമയാണ്. ആക്ച്വലി ബോളിവുഡിനുള്ളൊരു ശാപം ഉണ്ടല്ലോ ഈ കുറേ നാളായിട്ട്, അവിടെ നിന്നൊരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാകുന്നില്ലെന്ന്. അപ്പോൾ അത് ഒരു പരിധിവരെ ഈ പടം നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നൊന്നായിരിക്കും.